ഹായ്, എൻ്റെ പേര് വിഷ്ണു എന്നാണ്. ഐ എം എ ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ഐ വർക്ക് ഫോർ എ കമ്പനി ഇൻ ഇൻഫോ പാർക്ക്. സോ ദ ടീച്ചിങ് എൻ്റെ പാഷനാണ്. സോ ഞാൻ കുറെ കാലങ്ങളായിട്ട് ടീച്ചിങ്ങിലുള്ള ഒരാളാണ്. ഐ ബീൻ ടീച്ചിങ് ഫോർ ഓൾമോസ്റ്റ് 7 years. അത് സി എ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ടുണ്ട്, സി എം എ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാറുണ്ട്, ഡിഫറെന്റ് സബ്ജക്ട്സ് പഠിപ്പിക്കാറുണ്ട് കേട്ടോ. എനിക്ക് ജി എസ് ടി, ഇൻകം ടാക്സ്, അങ്ങനെ പല സബ്ജക്ട്സും ഇഷ്ടമാണ് എടുക്കാനായിട്ട്. ബട്ട് മൈ കോർ പേപ്പർ ഈസ് കോസ്റ്റിംഗ്. സ്ക്രീനിൽ വന്ന പോലെ കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് സബ്ജക്ട്. എനിക്ക് ഇന്റർമീഡിയറ്റ് ലെവലിലാണെങ്കിലും ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ സാധിച്ചത് കോസ്റ്റിംഗിലാണ്. സോ എൻ്റെ ഫേവറേറ്റ് പേപ്പർ കോസ്റ്റിംഗ്. എന്തുകൊണ്ടാണ് ഫേവറേറ്റ് എന്ന് അറിയോ നിങ്ങൾക്ക്? കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള, ഞാൻ ഭയങ്കര വീക്കാണ്. തിയറി പേപ്പർ എന്ന് പറയുമ്പോൾ വളരെ വീക്ക് ആയിട്ടുള്ള ഒരു ആളാണ് ഞാൻ. സോ ഞാൻ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്നത് കോസ്റ്റിംഗിലാണ്, പ്രോബ്ലം പേപ്പേഴ്സിലാണ്. അപ്പം അതില് ഏറ്റവും കോർ ആയിട്ടുള്ള പേപ്പർ ഫോർ സി എം എ, ഏറ്റവും കോർ ആയിട്ടുള്ള പേപ്പറാണ് എന്ത്, കോസ്റ്റ് അക്കൗണ്ടിങ്. സോ അത് പഠിപ്പിക്കാനും ഭയങ്കര രസമാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പലരും ചിലർ ക്ലാസ് കേട്ടിട്ട് കംപ്ലൈന്റ് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്റെ അല്ല, ലൈക്ക് അത് കുറെ മനസ്സിലാവുന്നില്ല, ബൈഹാർട്ട് ചെയ്യാണ് ഫോർമുല. അപ്പൊ ഞാൻ ലൈക്ക് എന്തിനാണ് ബൈഹാർട്ട് ചെയ്യുന്നതിന്റെ ആവശ്യം? അതിന്റെ അത് അങ്ങനെ കോസ്റ്റിംഗ് പഠിച്ചാൽ നമുക്ക് ഒരിക്കലും നമുക്കൊരു നല്ലൊരു പ്രൊഫഷണൽ ആവാൻ പറ്റില്ല. എക്സാം പാസ് ആവുന്നൊക്കെ മാറ്റി നിർത്താം. നമുക്ക് ഒരു നല്ലൊരു പ്രൊഫഷണൽ ആവണമെങ്കിൽ നമ്മുടെ കൺസെപ്ച്വൽ നോളജ് വളരെ കോർ ആയിരിക്കണം. അത്രയും നോളജ് ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്കൊരു പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റില്ല. എസ്പെഷ്യലി ഇന്നത്തെ കാലത്ത് അല്ലെ. ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് പ്രൊഫഷണൽ കോഴ്സ് എടുക്കുന്നുണ്ട്. സി എ, സി എം എ ഉൾപ്പെടെ ഒരുപാട് പ്രൊഫഷണൽ കോഴ്സസ് കുറെ പേര് ഒപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ, ഒരു ഇന്റർവ്യൂവിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ എക്സാം പാസ്സായാൽ മാത്രം പോരെ മക്കളെ. നമ്മളത് നമ്മള് നല്ല രീതിക്ക് നമുക്ക് അതിനെക്കുറിച്ചുള്ള കൺസെപ്ഷൻ നോളജ് വേണം. അപ്പോ കോസ്റ്റിംഗ് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന ആൾക്കാരോട് ഞാൻ പ്രൈമറിലി ചോദിക്കുന്ന ഒരു ചോദ്യം: എന്ത് പറ്റി? എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ടെന്ന് പറയുന്നത്? പല ഫോർമുലാസും ബൈഹാർട്ട് ചെയ്യണം സർ. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിന്റെ ഫോർമുല ബൈഹാർട്ട് ചെയ്യണം, അത് ഇതൊക്കെ ബൈഹാർട്ട് ചെയ്യണം. ഇത് അതിന്റെ ഒരു ആവശ്യമില്ല കേട്ടോ. മുമ്പ് ക്ലാസ് അറ്റൻഡ് ചെയ്ത ആൾക്കാരാണെങ്കിൽ ഞാൻ പറയാണ്, നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും വിഷമിക്കേണ്ട. നമ്മുടെ ക്ലാസ്സിന്റെ പ്രധാന ഫോക്കസ് കൺസെപ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരിക്കും. ഓക്കെ. കോസ്റ്റിംഗ് വളരെ സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. നിങ്ങൾ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, പ്രോബ്ലം ചെയ്യാന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റും. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് തിയറി ക്വസ്റ്റ്യൻസും ചോദിക്കണ്ടോ. അപ്പം തിയറി ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തായാലും പ്രിപ്പയർ ചെയ്യണം. അപ്പോ കോസ്റ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു കോസ്റ്റ് അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് കോസ്റ്റിംഗ് ഇമ്പോർട്ടന്റ് എന്നുള്ളൊരു ചോദ്യം ഇറലവന്റ് ആണ് അല്ലെ. നിങ്ങളൊരു കോസ്റ്റ് അക്കൗണ്ടന്റ് ആണ്, നിങ്ങളുടെ കോർ പേപ്പർ ആണ് എന്ത്, കോസ്റ്റിംഗ്. യു ഷുഡ് ബി എൻ എക്സ്പെർട്ട് ഓഫ് ഇറ്റ്. സോ എന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഞാൻ നിങ്ങളെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന പേപ്പർ അത്രയും തയ്യാറാക്കുന്നുള്ളത് എന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ബിക്കോസ് ഐ വാണ്ട് ഫ്യൂച്ചർ കോസ്റ്റ് അക്കൗണ്ടൻസ് ടു ബി റിയൽ കോസ്റ്റ് അക്കൗണ്ടൻസ്. ലൈക്ക് യു ഷുഡ് ഹാവ് തേർ നോളജ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് അല്ലെ. അപ്പം നമുക്ക് ഈ ഈ ഈ ഒരു ക്ലാസിന്റെ ഉദ്ദേശം തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി തരിക. കോസ്റ്റ് അക്കൗണ്ടിങ് അത്രയും നിന്റെ ബ്ലഡിലെ കലിയെന്ന് പറയില്ലേ, അതുപോലെ അലിഞ്ഞു കിടക്കണം ഈ സാധനം ഫോർ എവർ. ഉറക്കത്തിൽ നിന്ന് വിളിച്ചാൽ, നമ്മൾ പണ്ടത്തെ സ്കൂളിലെ മാഷന്മാരും ടീച്ചർമാരൊക്കെ പറയില്ലേ, ഉറക്കത്തിൽ നിന്ന് വിളിച്ച് ചോദിച്ചാൽ ഒരു ഉത്തരം പറയണം, അതേപോലെ തന്നെ ആയിരിക്കണം നിങ്ങളുടെ ഉള്ളിൽ. സോ ആ രീതിയിൽ കോസ്റ്റിംഗ് പഠിപ്പിക്കാനായിരിക്കും എന്റെ പ്രധാന ഫോക്കസ്. നമ്മുടെ ഈ ക്ലാസ്സിന്റെ പ്രധാന ഫോക്കസ് അതായിരിക്കും. ശരി. അപ്പൊ എക്സാം പാസ്സാവണ്ടേ സർ? കോസ്റ്റിംഗ് ബ്ലഡിൽ അലിയിച്ചാൽ മാത്രം മതിയല്ല. എക്സാം എന്തായാലും പാസ്സാവും. എക്സാം പാസ്സാവാനുള്ള ടെക്നിക്സും, എക്സാമിന് എന്തൊക്കെയാണ് ചോദിക്കുക എന്നുള്ളതും, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഇമ്പോർട്ടന്റ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിന് വരിക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അപ്പോ നിങ്ങൾ ഒരു ഒരു തരത്തിലും പേടിക്കേണ്ട. എനിക്കറിയാം കുറെ പേർക്ക് ഈ പേപ്പർ ഭയങ്കര ടെൻഷൻ ഉള്ളതാണ്. പക്ഷെ ഒരു തരത്തിലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. ഞാൻ ഉണ്ട് നിങ്ങളുടെ കൂടെ. നിങ്ങൾക്ക് വൺസ് ബാച്ചിന്റെ ഞാൻ എന്റെ ഫോൺ നമ്പർ, ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിയും, ഐ ഷെയർ മൈ ഫോൺ നമ്പർ. എന്റെ വാട്സപ്പ് നമ്പർ ആയിരിക്കും ഞാൻ ഷെയർ. നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടാവും, ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം. ഇനി അതല്ല, പേഴ്സണൽ ആയിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ക്വസ്റ്റ്യൻ, ഡൗട്ട് എന്താണെന്നുള്ള മെസ്സേജ് ഇടാം. നിങ്ങളുടെ പേരൊന്നും മെൻഷൻ ചെയ്യണമെന്നില്ല, ജസ്റ്റ് ആസ്ക് മീ. എനിക്ക് ഞാൻ മാക്സിമം ഒരു ദിവസം, അല്ലെങ്കിൽ മാക്സിമം 2 ദിവസത്തിനുള്ളിൽ ഞാൻ നിങ്ങൾക്ക് മറുപടി തന്നിരിക്കും. അപ്പൊ നിങ്ങളുടെ ഓരോ സ്റ്റേജിലും, ഒരു ഓൺലൈൻ ക്ലാസ്സിന്റെ ഡിസഡ്വാൻറ്റേജ് ആണല്ലേ ഫാക്കൽറ്റിന് നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റില്ല,
ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ആ ഡിസഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല. നിങ്ങളുടെ കൂടെ തന്നെ ഞാൻ ഉണ്ടാവും. അപ്പൊ ഓരോ ദിവസവും നമ്മൾ എടുക്കുന്ന ക്ലാസ്സും എല്ലാം അന്ന് തന്നെ പഠിക്കുക. എല്ലാ പ്രോബ്ലവും ഞാൻ ചെയ്യിക്കുന്നത് 2 തവണയെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പം തന്നെ ചെയ്ത് നോക്കണേ. ഉത്തരങ്ങളിലേക്കൊന്നും പോകരുത്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. തെറ്റട്ടെ, തെറ്റിക്കോട്ടെ, തെറ്റിയാലേ നമ്മൾ പഠിക്കത്തുള്ളൂ അല്ലെ. ഒരു തവണ തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും പ്രോബ്ലം നോക്കുമ്പോൾ എന്താ ഉണ്ടാവുക? നെക്സ്റ്റ് ടൈം നമ്മൾ ആ തെറ്റ് വരുത്തില്ല. കറക്റ്റ്. സോ എവറി ടൈം തന്നെ ചെയ്യുക, തെറ്റ് വരുത്തിയിട്ട് പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഡയറക്ട്ലി യു ക്യാൻ ടെക്സ്റ്റ് മീ. ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് അതിന് സൊല്യൂഷൻ ആക്കി തരുന്നതായിരിക്കും. ഓക്കെ. സോ ഒരു ഓൺലൈൻ ക്ലാസ്സിന്റെ ഒരു ഫീലോ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നമോ ഇല്ലാതെ തന്നെ നമുക്ക് ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? അപ്പൊ സാർ, നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് ഞാൻ എന്താ ചെയ്യണ്ടേ? നിങ്ങളുടെ ഡ്യൂട്ടി ഇത്രയേ ഉള്ളൂ. ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ക്ലാസ് കേൾക്കുക. ക്ലാസ്സിൽ ഞാൻ ഇൻസ്ട്രക്ഷൻസ് തരും. പ്രോബ്ലം ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ്. അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങൾ പഠിക്കൂ എന്ന് പറയും. അത് കൃത്യമായിട്ട് പഠിക്കുക. ഡൗട്ട്സ് വരും. സ്വാഭാവികമായിട്ടും ഡൗട്ട്സ് വരും. ബിക്കോസ് നിങ്ങൾ എല്ലാവരും ബിഗിനേഴ്സ് ആണല്ലേ. ഈ ഒരു സബ്ജക്റ്റിനെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ്. അപ്പം പല രീതിയിൽ അതിനെക്കുറിച്ചുള്ള ഡൗട്ട്സ് വരും. ആ ഡൗട്ട്സ് വരുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടേ? ഡൗട്ട്സ് വരുന്ന സമയത്ത് ഇമ്മീഡിയറ്റ്ലി സെൻഡ് ടു മീ. നിങ്ങൾ അയച്ചിട്ടുള്ളൂ, എനിക്ക് അയച്ചിട്ടുള്ളൂ. ഞാൻ ഇമ്മീഡിയറ്റ് റിപ്ലൈ തരത്തില്ല. ഐ വിൽ ബി ഡെഫിനറ്റ്ലി ഗെറ്റ് ബാക്ക് ടു യു. 2 ദിവസത്തിനുള്ളിൽ എന്തായാലും ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു. മോസ്റ്റ് പ്രോബബ്ലി ഞാൻ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ റിപ്ലൈ തരും. ബട്ട് ജസ്റ്റ് ഇൻ കേസ് പറയുകയാണ്, സാറ് പറഞ്ഞല്ലേ ഒരു ദിവസം റിപ്ലൈ തരുന്നു പറഞ്ഞില്ലേ എന്ന് പിന്നീട് ചോദിക്കരുതല്ലോ. സോ അതുകൊണ്ട് ഞാൻ 2 ദിവസം സേഫ് ഡേ വെച്ചിരിക്കുകയാണ്. കാരണം ഒരുപാട് ബാച്ചസ് ഉണ്ടാവും, ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും. സോ എല്ലാം എനിക്ക് ഒരു ദിവസത്തിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ മാക്സിമം 2 ദിവസത്തിനുള്ളിൽ ഞാൻ ഡൗട്ട്സ് വരും. അപ്പൊ ഡൗട്ട് ചോദിക്കാൻ നിങ്ങൾ സാധാരണ ക്ലാസ്സുകളിൽ നമുക്ക് ഡൗട്ട് ചോദിക്കാൻ ബുദ്ധിമുട്ടാണ്. ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കുന്നു ചിന്തിച്ചിട്ട് അല്ലെ. ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാലോ. അത്രേ ഉള്ളൂ. ദെൻ കുറച്ച് എക്സാം പേപ്പേഴ്സ്, പ്രീവിയസ് എക്സാം പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക. ഗോ ആൻഡ് അറ്റൻഡ് ദ എക്സാം, സ്കോർ 60+. 60-ന് മേലെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അതിന് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ. ഓക്കെ സാർ, ശരി. അപ്പൊ അത് നിങ്ങൾ ചെയ്യാം. അതാണ് നിങ്ങളുടെ കടമ. ഇനി എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ് പേപ്പർ? ഇതില് എത്ര ടോപ്പിക്സ് ഉണ്ട്? എത്ര 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 ചാപ്റ്റർ ഉണ്ട് സാർ? കുറെ ചാപ്റ്റേഴ്സ് ഉണ്ടോ? കുറെ ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കണോ? ലെറ്റ് സി, നമുക്ക് ഏതൊക്കെ ചാപ്റ്റർ ഉണ്ട് നോക്കാം അല്ലെ. ലെറ്റ് സി. ഇതാണ് നിങ്ങളുടെ സബ്ജക്ട്. ഫസ്റ്റ് ചാപ്റ്റർ. ഇവിടെ ഒരു വെയിറ്റേജ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ്. ഓരോ മൊഡ്യൂൾസ് ആണ് ഉള്ളത്. ഓരോ മൊഡ്യൂളിലും ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓരോ മൊഡ്യൂളിലും എത്ര എത്ര വെയിറ്റേജ് ആണ് എക്സാമിൽ വരാന്നുള്ളത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം മൊഡ്യൂള് അങ്ങനെയൊന്നും കൊണ്ടാ മീൻസ് ആദ്യം ചാപ്റ്റേഴ്സ് എത്ര ഉണ്ടെന്ന് നോക്കാം. അതല്ല നമുക്ക് സാറേ എന്തോരം പഠിക്കാനുണ്ട് അല്ലേ. ലെറ്റ്സ് സീ എത്ര ചാപ്റ്റർ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ. മൊഡ്യൂൾ 1 വി ഹാവ് ജസ്റ്റ് വൺ ചാപ്റ്റർ. ഓക്കെ. ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ട്. അതാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാൻ പോകുന്നത്. ഓക്കെ. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെക്കാൻ പോകുന്ന ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ് ആയിരിക്കും. നെക്സ്റ്റ്. അപ്പൊ ഇതിൽ എന്താ ഉള്ളത് സാർ? ഇതിൽ എന്താ പഠിക്കാനുള്ളത്? ഇതില് തിയറിയാണ്. മെജോറിറ്റി നിങ്ങൾക്ക് എന്താണ് വരുന്നത്? തിയറി പോർഷൻസ് ആണ് വരുന്നത്. എക്സെപ്റ്റ് യു ക്യാൻ സീ ദിസ് വൺ, പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ് ഷീറ്റ് ആൻഡ് അസർടൈൻമെന്റ് ഓഫ് പ്രോഫിറ്റ്. ഇതൊരു പ്രോബ്ലം ആണ്. സോ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് കുറച്ച് തിയറി പഠിക്കാനുണ്ട്. ആൻഡ് ദെൻ നെക്സ്റ്റ് കോസ്റ്റ് ഷീറ്റിന്റെ പ്രിപ്പറേഷൻ ആണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഈ ചാപ്റ്ററിൽ നിന്ന് എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നതാണ്. തിയറി ക്വസ്റ്റ്യൻ എന്തായാലും ഉറപ്പാ. ഇതിൽ നിന്ന് ഒരു തിയറി ക്വസ്റ്റ്യൻ ഡെഫിനറ്റ്ലി ആണ്, എന്തായാലും വരും. അത് എത്ര മാർക്കിനാ വരുന്നതെന്നൊക്കെ നമുക്ക് ഇപ്പൊ അനലൈസ് ചെയ്യാം കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ അനലൈസ് ചെയ്യാം. അതുകൊണ്ട് വരെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഒരു തിയറി എന്തായാലും ഉറപ്പാണ്. സോ നിങ്ങൾ ഒരിക്കലും ഈ ചാപ്റ്ററിന്റെ തിയറി എന്ത് ചെയ്യരുത്? സ്കിപ്പ് ചെയ്യരുത്. സോ ദിസ് ഇസ് മാൻഡേറ്ററി. ഇതിന്റെ തിയറി എന്തായാലും പഠിക്കും. സോ ഒരു ചാപ്റ്റർ ആയേ. നെക്സ്റ്റ്. ആൻഡ് ഇതില് നെക്സ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ തിയറി പോർഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ഹാവ് വൺ പ്രോബ്ലം പോർഷൻ. ഇതെന്താണ് സാർ കോസ്റ്റ് ഷീറ്റ്, എന്താണ് അസർടൈൻമെന്റ് ഓഫ് പ്രോഫിറ്റ്, ടെക്നിക്കൽ ഒന്നുമില്ല മക്കളെ. എല്ലാം ഞാൻ നമ്മൾ ഓരോന്നായിട്ട് സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകും. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഓക്കെ. നിങ്ങൾ ഒരു തരത്തിലും ടെൻഷൻ അടിക്കേണ്ട. ഈസി ആയിട്ട് നമ്മൾ ഇതൊക്കെ ക്ലിയർ ചെയ്തു. നെക്സ്റ്റ് ചാപ്റ്റർ, കോസ്റ്റ് അസർടൈൻമെന്റ്, എലമെന്റ്സ് ഓഫ് കോസ്റ്റ്. നിങ്ങള് മൊഡ്യൂൾ ടൂല് നമുക്ക് ഇതിനെ ഓരോന്നിനും ഓരോ ചാപ്റ്റർ ആയിട്ട് എടുക്കാം കേട്ടോ. അടുത്ത ചാപ്റ്റർ ആണ് എന്ത്? മെറ്റീരിയൽ. അടുത്ത ചാപ്റ്റർ എന്താ? മെറ്റീരിയൽ.
മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മെറ്റീരിയൽ നമ്മൾ കോസ്റ്റിംഗിൽ എന്താ പഠിക്കുന്നത്? കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു സർവീസ്, അതിന്റെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നതാണ് അതിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്. അപ്പോ ഈ ഞാൻ ഈ പേനയാന്ന് വിചാരിച്ചു. ഈ പേന ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ വേണം നോക്കിക്കേ. പേന ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെയാ വേണ്ടേ? എന്തൊക്കെ വേണം? ഉം നിങ്ങൾക്കറിയാലോ, പേന ഉണ്ടാക്കാൻ. ഈ പേന ഉണ്ടാക്കാനായിട്ടുള്ള പ്ലാസ്റ്റിക്, അതുപോലെ നമുക്ക് ഇങ്ക് വേണം, അല്ലെ? ഇതിന്റെ ബോൾ വേണം. സോ യു നീഡ് ഓൾ ദീസ് തിങ്സ്, റൈറ്റ്? ഇത് മാത്രം, ഇത് ഇത്രയും സാധനങ്ങൾ വേണം, അല്ലേ? ആണോ? ഇതുണ്ടായ മാത്രം പേനയാവോ? ഇല്ലല്ലോ. നമുക്ക് പേന ആവത്തില്ല. പേന ആവണമെങ്കിൽ ഇത് പ്രോസസ് ചെയ്യണം, അല്ലേ? ഇതിന്റെയൊക്കെ റോ മെറ്റീരിയൽ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം, വേണ്ടേ? മെഷീനോ മാൻ പ്രോസസ്സിങ്ങോ എങ്ങനെ വേണമെങ്കിലോ ആവാം. സോ ഇറ്റ് ഷുഡ് ബി പ്രോസസ്ഡ്. കറക്റ്റ്? യെസ്. നൗ ഇതാരാ പ്രോസസ് ചെയ്യുക? ത്രൂ മെഷീൻ ആയിരിക്കാം, ത്രൂ ഓർ എംപ്ലോയീസ് അസംബിൾ ചെയ്യുന്നതായിരിക്കാം. ഈതർ വേ കോസ്റ്റ് ഉണ്ട്, അല്ലെ? ഇനി ഇത് കഴിഞ്ഞിട്ട് അപ്പൊ നമ്മുടെ ചെലവുകൾ എന്തൊക്കെയാ? ഈ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞ ചെലവ് വന്നു, ഇത് പ്രോസസ് ചെയ്യാനുള്ള മെഷീന്റെ ചെലവ് വന്നു, എംപ്ലോയിയുടെ ചെലവ് വന്നു. എംപ്ലോയിക്ക് ശമ്പളം കൊടുക്കണ്ടേ? വേണം. ഇനി ഇത് ഒരു തുറന്ന സ്ഥലത്ത്, ഒരു മൈതാനത്ത് പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് അതിനൊരു ഫാക്ടറി വേണ്ടേ? വേണം. അപ്പൊ ആ ഫാക്ടറി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒരു ഫാക്ടറി പണിതിടണം. ആ ഫാക്ടറിയിൽ ഇലക്ട്രിസിറ്റി കണക്ഷൻ വേണ്ടേ? അത് വേണം. ബാക്കി കുറെ ഫെസിലിറ്റീസ് വേണ്ടേ? എല്ലാ ഫെസിലിറ്റീസും വേണം. അപ്പൊ അതൊരു ചെലവാണ്, അല്ലെ? അങ്ങനെയൊക്കെയാണ് ഈ പാൻ ഉണ്ടായിട്ട് വരുന്നത്. കറക്റ്റ് ആണോ? ഇനി പാൻ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമ്മള് റോ മെറ്റീരിയൽ മേടിച്ചു, അത് പ്രോസസ് ചെയ്തു, ഫാക്ടറിയിലാണ് അത് പ്രോസസ് ചെയ്തത്, പേനയായി. ഈ പേന ഇവിടെ ഇരുന്നാ മതിയോ? സോറി, ഇതൊരു പേനയാണേ. ഓക്കെ, പേന നിങ്ങൾ വിചാരിച്ചോളൂ. ഓക്കെ. എന്റെ ഡ്രോയിങ് കപ്പാസിറ്റി മനസ്സിലായല്ലോ. ഏതുകൊണ്ടാണ് ഞാൻ സി എടുത്തത്. എന്നെ കൊണ്ട് വേറെ ഒന്നും പറ്റില്ല. സോ പേന എടുത്തു. അപ്പൊ ഈ പേന എന്ത് ചെയ്യണം? ഈ പേന വെറുതെ ഫാക്ടറിയിൽ ഇരുന്ന കച്ചവടം നടത്തുക പറ്റില്ല, അല്ലെ? നമ്മൾ എന്ത് ചെയ്യും? നമ്മളിത് സെല് ചെയ്യാനായിട്ട് നമുക്കൊരു മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, അല്ലേ? സോ അതിന് എന്ത് വരും? സെല്ലിംഗ് എക്സ്പെൻസ് വരും. ഇനി സെല് ചെയ്താൽ മാത്രം മതിയോ? ചിലപ്പോ കടത്തിനാവും കൊടുക്കുക, അല്ലെ? ആൾക്കാർ കാശ് അവരിൽ നിന്ന് മേടിക്കണം. അപ്പൊ അത് പിന്നാലെ നടന്ന് അവരിൽ നിന്ന് കാശ് മേടിക്കണം, നമ്മുടെ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോസസ് ചെയ്യണം, വേണ്ടേ? അതിന് നമുക്ക് എന്തുണ്ടാവും? ഒരു അഡ്മിൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അപ്പൊ ഈ ഒരു പേന നമ്മുടെ കയ്യിൽ എത്തണമെങ്കിൽ ഇത്രയും ചെലവുകൾ ഉണ്ട്, അല്ലേ? അപ്പൊ എന്തൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞ ചെലവ്? ഇത് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ്, അല്ലേ? സോ ഫസ്റ്റ് എലമെന്റ് എന്തായിരുന്നു? മെറ്റീരിയൽ. കറക്റ്റ്. രണ്ട്, ഇത് പ്രോസസ് ചെയ്യാനായിട്ട് നമുക്ക് ആര് വേണം? എംപ്ലോയീസ് വേണം, വേണ്ടേ? സോ രണ്ടാമത്തെ എക്സ്പെൻസ് എന്താ? ലേബർ. മൂന്ന്, എന്താ? നമ്മളൊരു ഫാക്ടറിയിലായിരിക്കും ഇത് ചെയ്യുക. അപ്പൊ ഫാക്ടറിക്ക് വാടക കൊടുക്കണം. അവിടെ ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ടാവും, അല്ലെ? ആ ഇലക്ട്രിസിറ്റി കണക്ഷന്റെ ബില്ല് അടയ്ക്കണം. ഫോൺ കണക്ഷൻ ഉണ്ടാവും, അതിന്റെ ബില്ല് അടയ്ക്കണം. ആ ഫാക്ടറിക്ക് വേണ്ട ഓയിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിക്കണം, വേണ്ടേ? അപ്പൊ അതൊക്കെ ചെലവ് തന്നെയല്ലേ നമുക്ക്? അതെ. സോ ഇങ്ങനെയുള്ള ചെലവുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഓവർ ഹെഡ്സ്. ഓക്കെ, ഓവർഹെഡ്സ്. ഈ ഓവർഹെഡ്സ് തന്നെ നമ്മളിപ്പോ പറഞ്ഞ പോലെ ഫാക്ടറിയിൽ വരുന്ന ഓവർഹെഡ്സ് ആണെങ്കിൽ നമ്മൾ അതിനെ പ്രൊഡക്ഷൻ ഓവർഹെഡ്സ് എന്നും, അല്ലെങ്കിൽ സെല്ലിംഗ് ഓവർഹെഡ്സ്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സ്, ഇങ്ങനെ നമ്മൾ ക്ലാസിഫൈ. സോ ബേസിക്കലി പ്രൈമർലി ഈ പേന ഉണ്ടാക്കാനുള്ള കോസ്റ്റ് നമ്മൾ മൂന്നാക്കി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, അല്ലെ? ഒന്നെന്താ? മെറ്റീരിയൽ. രണ്ടെന്താ? ലേബർ. മൂന്നെന്താ? ഓവർഹെഡ്സ്. ആണോ? ശരി. ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് ഒന്ന് പോവാം. എന്തൊക്കെ ചാപ്റ്റർ പഠിക്കാനുള്ള നോക്കിക്കേ? എലമെന്റ്സ് ഓഫ് കോസ്റ്റ്. അപ്പൊ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് പഠിക്കാൻ എന്താ? ഈ പേന ഉണ്ടാക്കാൻ വന്ന ഓരോ കോസ്റ്റ് എലമെന്റ്സ് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു തന്നില്ലേ? ഇതൊക്കെയാ മെറ്റീരിയല്, ലേബർ, ഓവർഹെഡ്സ്, അല്ലെ? അപ്പൊ ഈ ഓരോ എലമെന്റ്സിന്റെയും കോസ്റ്റിനെ കുറിച്ചാണ് നമുക്ക് പിന്നെ പഠിക്കാനുള്ളത്. മെറ്റീരിയൽ കോസ്റ്റ്, എംപ്ലോയി കോസ്റ്റ്, ഓരോ കോസ്റ്റും എങ്ങനെ കണ്ടുപിടിക്കും, എങ്ങനെ നമ്മൾ അസർട്ടൈൻ ചെയ്യും, അങ്ങനെയുള്ളതാണ്. ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർഹെഡ്സ് അല്ല, അതല്ലാതെ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും, എന്താ പറയാ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഒരു ഒരു പാറ്റന്റ് ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പൊ പാറ്റന്റ് കൊടുക്കണമല്ലോ, പാറ്റന്റ് ഫീസ് കൊടുക്കണ്ടേ? അപ്പൊ അതിങ്ങനെയുള്ള എക്സ്പെൻസ് ആണ് എന്ത്? ഡയറക്റ്റ് എക്സ്പെൻസസ്, ഓവർഹെഡ്സ്. അപ്പൊ ഈ കോസ്റ്റ് എലമെന്റ്സിന് 4 കോസ്റ്റ് എലമെന്റ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതാണ് നമുക്ക് ഏതിൽ പഠിക്കാനുള്ളത്? മൊഡ്യൂൾ 2 നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എന്താണ്?
ഓരോ കോസ്റ്റ് എലമെന്റ്സ് പഠിക്കാനായിട്ട്. ഇതിന് നമുക്ക് ഓരോ ചാപ്റ്റർ ആയിട്ട് എടുത്താലോ? ഇതിന് ഞാൻ പറഞ്ഞു തരട്ടെ. ഈ മെറ്റീരിയൽ വലിയ ചാപ്റ്റർ ആണ്. കുറച്ച് അധികം നമുക്ക് ചെയ്യാനുണ്ട്. എംപ്ലോയി കോസ്റ്റ് കുറച്ച് ചെറിയ ചാപ്റ്റർ ആണ്. ഡയറക്റ്റ് എക്സ്പെൻസസ് വളരെ സിമ്പിൾ ചാപ്റ്ററാ. ഡയറക്റ്റ് എക്സ്പെൻസ് എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ മാക്സിമം 10 മിനിറ്റ്സ് മതി. 10 മിനിറ്റിൽ നമ്മുടെ ഡയറക്റ്റ് എക്സ്പെൻസസ് കഴിയും. അത് ഇച്ചിരി എക്സജറേഷൻ ആണ്. മേ ബി ഒരു 30-35 മിനിറ്റ്സ് മതി. പക്ഷെ 10 മിനിറ്റ് മതി അതിന്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ. അത്രേ ഉള്ളൂ ആ ചാപ്റ്റർ. ആൻഡ് വി ഹാവ് ഓവർ ഹെഡ്സ്. കുറച്ച് വലിയ ചാപ്റ്റർ ആണ് കേട്ടോ. സോ നമുക്ക് ഇതിനെ ഞാൻ ഡയറക്റ്റ് എക്സ്പെൻസിന്റെ ഒരു ചാപ്റ്റർ ആയിട്ടേ കൗണ്ട് ചെയ്യുന്നില്ല. സോ ഇവിടെ നമുക്ക് എത്ര ചാപ്റ്റർ ഉണ്ട്? 3. ഡയറക്റ്റ് എക്സ്പെൻസ് ഞാൻ കൗണ്ട് ചെയ്യുന്നില്ലേ. ഡോണ്ട് വറി about it. സോ ഫസ്റ്റ് ചാപ്റ്റർ തിയറി ആണ്. എക്സെപ്റ്റ് ഒരു കോസ്റ്റ് ഷീറ്റ് നമുക്ക് പഠിക്കാനുണ്ട്. സോ ഒരു ചാപ്റ്റർ, 3 ചാപ്റ്റർ. ഇനി എന്താ? കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് മൊഡ്യൂൾ 3, മൂന്നാമത്തെ മൊഡ്യൂളിൽ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇത് ഫുള്ള് തിയറിയാണ് കേട്ടോ. ഇത് ഫുള്ള് തിയറിയാണ്. ഇത് എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് പലർക്കും പല വ്യൂ ഉണ്ടാവൂല്ലേ ഒരു കാര്യം ചെയ്യാനായിട്ട്. ഇപ്പൊ ഞാൻ പറയാണ് മെറ്റീരിയൽ മേടിച്ചു. ഇപ്പൊ ഫാക്ടറിയിൽ ഞാൻ പ്രോസസ് ചെയ്തപ്പോ നമുക്ക് എന്താ ഉണ്ടാവുക? സ്ക്രാപ്പ് ഉണ്ടാവില്ലേ, വേസ്റ്റേജ് ഉണ്ടാവും. ഈ സ്ക്രാപ്പ് വരുമ്പോ സ്ക്രാപ്പിനെ ഞാൻ പറയണ അതിനെ അതറിങ്കോ ആയിട്ട് കാണിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. വേറൊരു ചരടം കൊണ്ട് വന്നിട്ട് പറയണേ അതറിങ്ക് ആക്കണ്ട, അതിന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇത് എന്ത് ചെയ്താൽ മതി, കുറച്ചാൽ മതി. രണ്ട് വ്യൂ കറക്റ്റ് ആണോ ചോദിച്ചാൽ അതെ. പക്ഷെ അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിൽ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ് എവിടെ പോകും? അതിന്റെ നില തെറ്റി പോകത്തില്ലേ? സോ അങ്ങനെ പലരും പല രീതിക്ക് ചെയ്യണ്ട എന്ന് കരുതിക്കൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആണ്. ചില കാര്യങ്ങളിൽ ചില സിറ്റുവേഷൻസിൽ പല ഒപ്പീനിയൻസ് വരുന്ന സിറ്റുവേഷനിൽ ഓരോന്നും എങ്ങനെ ചെയ്യണം, ബേസിക്കലി കോസ്റ്റിംഗ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് എല്ലാം ഈ സ്റ്റാൻഡേർഡ്സിലാണ് ഉള്ളത്. ഈ സ്റ്റാൻഡേർഡ്സിൽ നിന്നാണ് ഈ പറഞ്ഞ മേലെ പറഞ്ഞ എല്ലാ ചാപ്റ്റേഴ്സും വരുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇത് ഒരുപാട് പഠിക്കാനുണ്ടോ? ഇല്ല, കുറച്ചേ ഉള്ളൂ. നിങ്ങൾ ഇതിന്റെ നമ്പർ നോക്കി, 223-ാമത്തെ പേജിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 246-ാമത്തെ പേജിൽ തീരും. സോ എത്ര പേജ് ഉണ്ട്? 23 പേജസ്. കുറച്ച് തിയറിയാണ്. ആൻഡ് ഈ തിയറിക്കൊക്കെ ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് തരുന്നതായിരിക്കും. എല്ലാ തിയറിക്കും ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് തരും കേട്ടോ. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുക്കുള്ളൂ. പക്ഷെ തിയറിക്ക് എല്ലാത്തിനും ഡെഫിനറ്റ്ലി ഞാനൊരു കൺസൈസ് സമ്മറി പോലെ ഒരു നോട്ട്സ് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് പഠിക്കാം. ഓക്കെ, ഓരോ സബ്ജക്ട് എടുത്ത് കഴിയുമ്പോഴും അതിന്റെ നോട്ട്സ് ഞാൻ അപ്ലോഡ് ചെയ്യും ഗ്രൂപ്പിൽ. യു ക്യാൻ ഡൗൺലോഡ് ആൻഡ് ഗോ ത്രൂ ഇറ്റ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ദാറ്റ്സ് ഇറ്റ്. നൗ മൊഡ്യൂൾ 4. അപ്പൊ നമ്മളിപ്പോ എത്ര ചാപ്റ്റർ എന്ന് കൗണ്ട് ചെയ്ത്? നാല് ചാപ്റ്റർ ആയിട്ടുള്ളൂ. ജസ്റ്റ് 4 ചാപ്റ്റർ. ഓക്കെ, നെക്സ്റ്റ് ഇനി എന്താ? ഇനി നിങ്ങൾക്ക് എന്താ പഠിക്കാനുള്ളത്? കോസ്റ്റ് ബുക്ക് കീപ്പിംഗ്. എന്താണെന്നറിയോ മക്കളെ കോസ്റ്റ് ബുക്ക് കീപ്പിംഗ്? കോസ്റ്റ് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നിങ്ങൾ അക്കൗണ്ടിങ് +2-ലൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. എന്താ +2-ൽ പഠിച്ചിട്ടുണ്ടാവുക? ജേർണൽ എൻട്രി പാസ് ചെയ്യല്, അല്ലെ, ലെഡ്ജർ, അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ അക്കൗണ്ടിങ് ബേസിക്സ് പഠിച്ചിട്ടുണ്ടാവും. അതിന്റെ കോസ്റ്റിംഗ് നമ്മൾ പഠിക്കുമ്പോൾ അതിനൊരു ബേസിക്സ് ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. നമ്മൾ സാലറി കൊടുക്കുമ്പോൾ എന്താ എൻട്രി പാസ് ചെയ്യുക? അക്കൗണ്ടിങ്ങിൽ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എന്താ എൻട്രി പാസ് ചെയ്യുക? സാലറി അക്കൗണ്ട് ഡെബിറ്റ് ക്യാഷ് അല്ലേ? ആണോ? അതേപോലെ ഇവിടെ എന്ത് ചെയ്യണം? ഓരോ ട്രാൻസാക്ഷനും നമ്മൾ ഓരോ എൻട്രി നമ്മൾ പാസ് ചെയ്യണം. അത് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. അതിനൊരു ട്രിക്ക് ഉണ്ട്, എളുപ്പവഴി ഉണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സിമ്പിൾ ആയിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അറിയുന്നവർക്ക്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അറിയാത്തവർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആദ്യം പഠിക്കണം. അപ്പൊ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അറിയുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ കോസ്റ്റ് ബുക്ക് കീപ്പിംഗ്, അതായത് നമ്മൾ ജേണൽ എൻട്രി ഒക്കെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പാസ് ചെയ്യുന്ന പോലെ ഇവിടെ എൻട്രി പാസ് ചെയ്യണം. അത് ഞാൻ പറഞ്ഞുതരാം. ഒരു സിമ്പിൾ ട്രിക്കാണ് അത്. എനിക്ക് ആ ട്രിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ മാക്സിമം എനിക്കൊരു 10-15 മിനിറ്റ് എടുക്കുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാനായിട്ട് പറ്റും. സോ അതാണ് കോസ്റ്റ് ബുക്ക് കീപ്പിംഗ്. ആൻഡ് ദെൻ റീകൺസിലിയേഷൻ ഒക്കെ ഉണ്ട്. അത് കുറച്ച് സമയം എടുക്കുന്നതാണ്. വിൽ സി. സോ നമുക്ക് ഇതിനെ 4-ാമത്തെ ചാപ്റ്റർ ആയിട്ട് കൂട്ടിയാൽ ഒറ്റ ചാപ്റ്റർ ഉള്ളൂ മൊഡ്യൂൾ 4. ലെറ്റ് സി, ഒരു ചാപ്റ്റർ ആയിട്ട് എടുത്താൽ മതി. ക്ലിയർ ആയോ? ഫൈൻ. സോ കോസ്റ്റ് ബുക്ക് കീപ്പിംഗ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഞാൻ പറയാൻ വന്ന കാര്യം, സോ ഇതാണ് നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു സാധനം. ഇത് ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്, റീകൺസിലിയേഷൻ. നമ്മൾ അതിന്റെ കുറെ പ്രോബ്ലംസ് ചെയ്യും. നമ്മൾ അതിന്റെ കുറെ പ്രോബ്ലംസ് ചെയ്യും. അതിന്റെ കൺസെപ്റ്റ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ഓക്കെ, പക്ഷെ ഇതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ആദ്യം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ക്ലിയർ ആയിട്ട് പഠിക്കണം. സോ ക്ലാസ്സസ് എല്ലാം ശ്രദ്ധിക്കുക, പഠിക്കുക. +2 പഠിച്ചവര് ബേസ് ഒക്കെ എന്ത് ചെയ്യുക? റിവൈസ് ചെയ്തിരിക്കുക. ക്ലിയർ ആയോ? നെക്സ്റ്റ്, അടുത്തത് മൊഡ്യൂൾ 5-ല് വി ഹാവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ്, മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്. എന്താ ഈ ചാപ്റ്റർ എന്ന് അറിയാവോ? ഈ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗിൽ ഓരോ ടൈപ്പ്, ചില ഒരു ജനറൽ കോസ്റ്റിംഗ് മെത്തേഡ് നമുക്ക് എല്ലാത്തിലും ചിലപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഓരോ പ്രോസസ്സും ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ നമ്മളൊരു കോൺട്രാക്ട് ജോബ് എടുത്തു എന്ന് വിചാരിച്ചു, ഒരു ബിൽഡിംഗ് പണിയുന്ന കോൺട്രാക്ട് ആണ്. ആ ബിൽഡിംഗ് പണിയുന്ന കോൺട്രാക്ടോ അല്ലെങ്കിൽ പോട്ടെ, ഒരു 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 കൊക്കക്കോള ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഈ കൊക്കക്കോള മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി
ഒരൊറ്റ പ്രോസസ്സിൽ കൂടിയാണ് അത് ഉണ്ടാക്കുന്നത്. അല്ല ദർ ബി മൾട്ടിപ്പിൾ പ്രോസസ്സസ്. സോ ഓരോ ആ ഡിഫറെന്റ് പ്രോസസ്സിൽ കൂടെ അത് ചെയ്യുമ്പോൾ അത് നമുക്ക് അപ്ലൈ ചെയ്യാനാണ് എന്ത് പ്രോസസ് കോസ്റ്റിംഗ്. ഇനി ബസ്സുകാര് അല്ലെങ്കിൽ ഹോട്ടലുകാര് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽസ് ഇവർക്കൊക്കെ കോസ്റ്റിംഗ് ചെയ്യാനായിട്ട് നോർമലി ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റില്ല. സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. അതാണ് എന്ത് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് നമ്മൾ പഠിക്കുക. അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് നമ്മൾ എവിടെ പഠിക്കും? മെത്തഡ്സ് ഓഫ് കോസ്റ്റിംഗിൽ പഠിക്കും. ഇമ്പോർട്ടന്റ് ആണ്. ഇതിന് ഞാൻ പറഞ്ഞുതരാം. ഈ ജോബ് കോസ്റ്റിംഗും ബാച്ച് കോസ്റ്റിംഗും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇത് രണ്ടും നമ്മൾ കോഷീറ്റ് ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞ കോഷീറ്റ് പഠിച്ചില്ലെങ്കിൽ അത് ഈസി ആയിട്ട് പാസ് ആവാൻ പറ്റും മക്കളെ. നോ ഇഷ്യൂ. ദെൻ വി ഹാവ് അതർ. ഇതിനെ നമുക്കൊരു 3 ചാപ്റ്റർ ആക്കി എടുക്കാം. ഓക്കെ, സോ 4 ചാപ്റ്റർ. ആൻഡ് ദ ലാസ്റ്റ് സെക്ഷൻ ദാ ഇവനാണ് ഇമ്പോർട്ടൻറ്റ്. മാർജിനൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്റ്. ഇതിൽ ഏറ്റവും എളുപ്പം എന്താ പറയുക? ഈ 3 ബഡ്ജറ്റ്. സിമ്പിൾ പരിപാടിയാണ്. ബഡ്ജറ്റ് എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ മാക്സിമം 1 മണിക്കൂർ 2 മണിക്കൂർ മതി. വൺസ് അത് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് മാർജിനൽ കോസ്റ്റിംഗ് കുറേ ഫോർമുലാസ് ഉണ്ട്. പക്ഷെ ആ ഫോർമുല ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നില്ല, പഠിക്കാൻ പോകുന്നില്ല. ഞാൻ നിങ്ങൾക്ക് കൺസെപ്റ്റ് പറഞ്ഞു തരും. ആ കൺസെപ്റ്റ് ഓർമ്മ വെച്ചിട്ട് നിങ്ങൾ ഫോർമുല എഴുതും. മനസ്സിലായോ? ഫോർമുല വരും, പക്ഷെ ഫോർമുല ബൈഹാർട്ട് ചെയ്യരുത്. കൺസെപ്റ്റ് ആലോചിച്ചിട്ട് നിങ്ങൾ തന്നെ ഫോർമുല എഴുതും. ആൻഡ് വി ഹാവ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അഗെയിൻ നമുക്ക് കുറച്ച് പലരും ബുദ്ധിമുട്ട് പറയുന്ന ചാപ്റ്റർ ആണ്. പക്ഷെ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഞാൻ അതിന്റെ കൺസെപ്റ്റും ഫോർമുലയും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ്. നിങ്ങൾ ആ ഫോർമുലയുടെ ഒപ്പം തന്നെ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ആ ഫോർമുല ഓർത്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ ആ ഫോർമുല ഫോം ചെയ്യുന്നുണ്ട്. സോ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ബട്ട് മൊഡ്യൂൾ 6 ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ് സാർ ഈ മൊഡ്യൂൾ 6 വളരെ ഇമ്പോർട്ടൻറ്റ്? അപ്പൊ ഇതിനെ നമുക്ക് 3 ചാപ്റ്റർ ആക്കി എടുക്കാം. അപ്പൊ ഇനി നമുക്കൊന്ന് കൗണ്ട് ചെയ്താലോ? എത്ര ചാപ്റ്റർ ഉണ്ട്? 3. തുടക്കം മുതൽ കൗണ്ട് ചെയ്യാം അല്ലെ? 1, ഇതാ അവിടെ ഒരു 3 കറക്റ്റ്. 4, 5, 6, 6 3 9, 9 3 12 ചാപ്റ്റർ. ഇത്രയേ ഉള്ളൂ. ഈ 12 ചാപ്റ്റർ മുഴുവനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 90+ പഠിക്കാം ഇവിടെ കോസ്റ്റിങ്ങിൽ. ഓക്കെ, ഇത്രയും ചാപ്റ്റേഴ്സ് ആയിരിക്കും നമുക്ക് ക്ലാസ്സിൽ പഠിക്കാനായിട്ട് ഉണ്ടാവുക. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ തിയറിയും അതുപോലെ പ്രോബ്ലംസ് നമ്മൾ കവർ ചെയ്യും. ഓക്കെ, ഇനി പലപ്പോഴും ഏറ്റവും അവസാനം ഡിസ്കസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഓക്കെ, പക്ഷെ എനിക്കത് തുടക്കത്തിൽ ഡിസ്കസ് ചെയ്യണം തോന്നിയോണ്ട് ഞാൻ ഡിസ്കസ് ചെയ്യുക. എങ്ങനെയാണ് മാർക്ക്? നിങ്ങൾ ഇതിലൊന്ന് നോക്കി. മാർക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ച പാറ്റേൺ ആണ്. എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ച പാറ്റേൺ ആണ്. യു ക്യാൻ സി ലാസ്റ്റ് എക്സാം മാത്രമേ ഞാൻ തൽക്കാലം അനലൈസ് ചെയ്യുന്നു. നോക്കിക്കേ, ഏറ്റവും കൂടുതൽ മാർക്ക് വന്നുള്ള സാധനം ഏതാണെന്നറിയോ? മാർജിനൽ ക്വസ്റ്റ്യൻ. 14 മാർക്ക് ചാപ്റ്ററിൽ നമുക്ക് ചോദിക്കുന്നുണ്ട്. 14 മാർക്ക് ഇമ്പോർട്ടന്റ് ആണല്ലോ. അതുപോലെ ഫസ്റ്റത്തെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ നമുക്ക് എല്ലാ തവണയും 4 ചോദിക്കാറുണ്ട്, ചിലപ്പോൾ അതിൽ കൂടുതൽ ചോദിക്കാറുണ്ട്. Then we have job costing, almost 12 to 7 marks ചോദിക്കുന്നുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. ലേബർ വല്ലപ്പോഴും ചോദിക്കുന്നുണ്ടോ? സ്കിപ്പ് ചെയ്യണമെന്നല്ല അതിന്റെ അർത്ഥം. മെറ്റീരിയൽ എല്ലാ തവണയും ചോദിച്ചിട്ടുണ്ട്, ചില തവണ 12 മാർക്ക് വരെ ചോദിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചോ? ഓവർ ഹെഡ്സ് എല്ലാ തവണയും ചോദിച്ചിട്ടുണ്ട്. കോസ്റ്റ് ബുക്ക് കീപ്പിംഗ് എല്ലാ തവണയും ചോദിച്ചിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഓൾമോസ്റ്റ് ഒരു തവണ ഒഴികെ ബാക്കി എല്ലാ തവണയും ചോദിച്ചിട്ടുണ്ട്. കോൺട്രാക്ട് കോസ്റ്റിംഗ് എല്ലാ തവണയും ചോദിച്ചിട്ടുണ്ട്. കറക്റ്റ്. ബഡ്ജറ്റ് എല്ലാ തവണയും ഉണ്ട്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. അപ്പൊ ലാസ്റ്റ് 3 ചാപ്റ്ററിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ വരും. അതിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, മാർജിനൽ കോസ്റ്റിംഗിന് മാത്രം 14 മാർക്കിന് എല്ലാ തവണയും ചോദിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? സോ ഇത് മുൻകൂട്ടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നരുത്. ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാൻ തോന്നരുത്. സോ അത്രയും ഇമ്പോർട്ടൻസ് നിങ്ങൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തും ആ സബ്ജക്റ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ബിക്കോസ് ഓരോ ചാപ്റ്ററിന്റെയും ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയണം അല്ലെ? സോ ഓൾവേസ് ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക എവിടെയെങ്കിലും, അല്ലെങ്കിൽ ഐ വിൽ ഷെയർ ഇൻ ദ ഗ്രൂപ്പ്, നോ പ്രോബ്ലം. പക്ഷേ ആ ഒരു ചാപ്റ്ററും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഈ ഹൈ ആയിട്ട് അവർ മാർക്ക് ചോദിക്കുന്ന ഇത്തരം ചാപ്റ്റേഴ്സ് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. സോ ദാറ്റ്സ് ഇറ്റ്. സോ കോസ്റ്റിംഗ് നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് ചാപ്റ്റർ അല്ലേ? ഫസ്റ്റ് ചാപ്റ്റർ എന്താ? ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. സിമ്പിൾ ചാപ്റ്റർ ആണ്. തിയറി കുറെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഈ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടായിരിക്കും ക്ലാസ് എടുക്കുമ്പോൾ, ബിക്കോസ് ഐ വാണ്ടഡ് ടു കവർ ദ സബ്ജക്ട് വൺ ടൈം ഫ്രം ദ മെറ്റീരിയൽ ഇറ്റ്സെൽഫ്. ദെൻ ഞാൻ അതിന്റെ കൺസൈസ് നോട്ട്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. യു ക്യാൻ ഇഫ് യു വാണ്ട് ടു സ്റ്റഡി, അതായത് പഠിക്കണം, ആ തിയറി പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ആ നോട്ട്സ് യൂസ് ചെയ്യാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് ഒന്നും പഠിക്കാൻ എളുപ്പമല്ല.
Clear? So first step, introduction to costing. So before going to costing, I'll give my own introduction. എനിക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇൻട്രഡക്ഷനേക്കാൾ ഉപരി ഐ വാണ്ട് ടു ഗിവ് യു ഇൻട്രഡക്ഷൻ. ഞാൻ ഓൾറെഡി നിങ്ങളോട് പേനയുടെ കേസ് പറഞ്ഞു അല്ലെ. ഒരു പെൻ ഉണ്ടാക്കാനുള്ള കോസ്റ്റ് എന്താ? ബേസിക്കലി കോസ്റ്റിംഗ് എന്താ? ഒരു പെൻ ഉണ്ടാക്കാനുള്ള കോസ്റ്റ് എന്താന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്സ്, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരു സംഖ്യ കിട്ടും. ഇത് കൂടാണ്ട് നമുക്ക് എന്തൊക്കെയുണ്ട്? സെല്ലിംഗ് ഓവർഹെഡ്സും പ്രൊഡക്ഷൻ ഓവർഹെഡ്സ്, ഇങ്ങനെ കുറെ എക്സ്പെൻസസ് നമുക്ക് വരും. ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ടോട്ടൽ കോസ്റ്റ് എത്തും അല്ലെ. ലെറ്റ്സ് സേ ഞാൻ ഒരു പേന ഒറ്റയ്ക്കാണോ ഉണ്ടാക്കുക? ഒരു പേന ഒറ്റയ്ക്കാണോ ഉണ്ടാക്കുക? അല്ലല്ലോ. ഞാൻ ചിലപ്പോ 1,00,000 പേനയായിരിക്കും ഉണ്ടാക്കുക. ഒരു ബാച്ചിൽ 1,00,000 പെൻ ഉണ്ടാക്കും. ഓക്കെ, പെൻസ്. അപ്പൊ 1 lakh പെൻസ് ഞാൻ 1,00,000 പേന ഉണ്ടാക്കി. ഈ 1,00,000 പേന ഉണ്ടാക്കാനായിട്ട് എനിക്ക് വന്ന ചെലവ് 5,00,000 രൂപയാണ്. ടോട്ടൽ കോസ്റ്റ്. ഈ 5,00,000 എവിടെന്നാ വന്ന മക്കളെ? ഈ 5,00,000 എവിടെന്നാ വന്നേ? മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്, സെല്ലിംഗ് പ്രൈസ്, പ്രൊഡക്ഷൻ ഓവർഹെഡ്, എല്ലാം കൂടെ കൂട്ടിയിട്ട് എത്ര വരുന്നത്? 5,00,000. അപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ടൊരു ചോദിക്കട്ടെ, എല്ലാതും കൂടെ കൂട്ടി ടോട്ടൽ കോസ്റ്റ് നമുക്ക് എത്രയാ വന്നത്? 5,00,000. എത്ര യൂണിറ്റ്സാ വന്നേ? 1,00,000 ഈ പേന ഞാൻ ഉണ്ടാക്കി. അപ്പൊ ഒരു പേനയുടെ കോസ്റ്റ് എത്രയാ? എങ്ങനെ കണ്ടുപിടിക്കുക? 5,00,000 ഡിവൈഡഡ് ബൈ 1,00,000. ഒരു പേനയുടെ കോസ്റ്റ് എത്രയാ? ₹5 per unit. 5 രൂപയാണ് കോസ്റ്റ്. മനസ്സിലായോ? ഇതാണ് കോസ്റ്റിംഗ്. അപ്പൊ എന്താ കോസ്റ്റിംഗ്? നമ്മൾ നേരത്തെ പറഞ്ഞ പേനയുടെ എക്സാമ്പിൾ നിങ്ങളൊന്ന് ഓർത്തെടുക്കുക. ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുക. ആ കോസ്റ്റിനെ നമ്പർ ഓഫ് പെൻ കൊണ്ട് നമ്പർ ഓഫ് യൂണിറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കോസ്റ്റ്, ഒരു പേനയുടെ കോസ്റ്റ് കിട്ടും അല്ലെ. ഇതേപോലെ പേനയുടെ കോസ്റ്റ് കണ്ടുപിടിക്കുക. ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റൽ ബെഡ്സിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കുക. ഇനി ബസ് ആണെന്നുണ്ടെങ്കിൽ 1 കിലോമീറ്റർ ഓടാനുള്ള കോസ്റ്റ് കണ്ടുപിടിക്കുക. പിന്നെ പലതിന്റെയും കോസ്റ്റിംഗ് കണ്ടുപിടിക്കലാണ് പ്രൈമറി ഒബ്ജക്റ്റീവ്. അതാണ് നമ്മൾ മൊഡ്യൂൾ 5 വരെ പഠിക്കുന്നത്. മൊഡ്യൂൾ 6 നമ്മൾ പഠിക്കുന്ന മാർജിനൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഒക്കെ ടെക്നിക്സ് ആണ്, ഡിസിഷൻ എടുക്കാനുള്ള ടെക്നിക്സ് ആണ്. അത് അതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ആലോചിച്ച് നിങ്ങളെ തല പോക്കല്ല. സോ ഇതാണ് ബേസിക്കലി കോസ്റ്റിംഗ്. ക്ലിയർ? ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. സോ ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. സോ ഈ ചാപ്റ്ററിലെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് തിയറിയാണ് പഠിക്കാനുള്ളത്. തിയറി എന്ന് നിങ്ങൾ ആലോചിക്കണ്ട കേട്ടോ. നിങ്ങൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ലോകത്തേക്ക് ഇറങ്ങണല്ലേ. അപ്പൊ ആ ലോകത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോ അതിന്റെ കുറെ ടേംസ് അറിയണ്ടേ. ഇപ്പൊ നമ്മളെ എത്ര പേര് ഗെയിം കളിക്കുന്ന എനിക്കറിയില്ല. കളിക്കുന്ന ആൾക്കാർ ഇപ്പൊ നമ്മള് പബ്ജി കളിക്കാന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യയിൽ അങ്ങനെ പറയാം അല്ലെ. അങ്ങനെ അത് കളിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം കൺട്രോൾസ് അറിയണ്ടേ. ഏതൊക്കെ കൺട്രോൾ അവൈലബിൾ ആണ്, നമുക്ക് എന്തൊക്കെ അതിൽ ചെയ്യാൻ പറ്റും. സോ അങ്ങനെ അതിന്റെ ബേസിക്സ് അറിയണം അല്ലേ. അല്ല വേറെ വല്ല ഗെയിം കളിക്കുന്ന ഇപ്പൊ പെൺകുട്ടികളെങ്കിൽ കളിക്കുന്ന പെൺകുട്ടികൾ കുറെ പേര് കളിക്കുന്നവരുണ്ട് കേട്ടോ. അല്ലാണ്ട് ഗെയിം കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ആ ഗെയിമിന്റെ റൂൾസ് അറിയണം. വേണ്ടേ? അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ അതിന്റെ റൂൾസ് ഒക്കെ ഒന്ന് പഠിക്കാൻ പോവാണ്. എന്തൊക്കെയാണ് ഉള്ളത്, എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയാൻ പോവാ. അത്ര വിചാരിച്ചാൽ മതി കേട്ടോ. സോ ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ്. ഞാൻ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങൾ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സാധനങ്ങളും എക്സാമിന് വേണ്ടതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. സോ ഫസ്റ്റ് ഒരു ചെറിയൊരു കാര്യം പറയുന്നത് എന്താ അറിയോ? ഇൻഫർമേഷൻ. ബേസിക്കലി നമ്മളെല്ലാവരും ഈ പ്രൊഫഷണൽസ് എല്ലാവരും, ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത്, ഐ വർക്ക് ഫോർ എ കമ്പനി ലൊക്കേറ്റഡ് ഇൻ കൊച്ചിൻ. ബട്ട് മൈ ക്ലൈന്റ് ഇസ് ഫ്രം UK. എനിക്ക് പുറത്തുള്ള ഒരു ക്ലൈന്റ് ആണ് എനിക്കുള്ളത്. അപ്പൊ ഈ ക്ലയന്റിന് ഞാൻ ചെയ്തു കൊടുക്കുന്ന വർക്ക് എന്ന് പറയുന്നത് ബേസിക്കലി എന്റെ ഡിപ്പാർട്ട്മെന്റ് FP&A ആണ്, ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് അനാലിസിസ്. ദേ നീഡ് ഇൻഫർമേഷൻ. So from the data available, it may be financial, it may be non-financial information. അവർക്ക് വേണ്ട ഡാറ്റ ഇപ്പോ നമ്മള് ഡിസിഷൻ എടുക്കാനായിട്ട് അവർക്ക് എന്ത് വേണോ ആ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഈ ഇൻഫർമേഷൻ ആക്ച്വലി നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. അതുപോലെ ഇതിന് രണ്ടിന്റെയും ഒരു കോമ്പിനേഷൻ. സോ ബേസിക്കലി 3. പക്ഷെ പ്രൈമറിലി നിങ്ങൾക്ക് അറിയാം ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. സോ ഇൻഫർമേഷൻ എന്താണ്? ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്താണ്? നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്താ? ജനറലി ഒരു കമ്പനീനെ കുറിച്ച് നമ്മൾക്ക്, ഒരു പർട്ടിക്കുലർ കമ്പനീനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ അവരുടെ ഫിനാൻഷ്യൽസ് ആണ് എടുത്ത് നോക്കുക അല്ലെ. അവരെ പബ്ലിഷ് ചെയ്തുള്ള ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ എടുത്ത് നോക്കുക. എങ്ങനെയാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്ത് നോക്കണേ? കമ്പനി ലാഭം, നമ്മളൊരു കമ്പനിയുടെ ഷെയർ മേടിക്കാൻ പോവാ, കമ്പനി ലാഭത്തിലാണെന്ന് അറിയണം. വേണ്ടേ? ഇപ്പൊ കമ്പനി ലാഭത്തിലാണെന്ന് അറിയണമെങ്കിൽ
അവര് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടും അല്ലെ. ഈ വർഷത്തെ പ്രോഫിറ്റ്, കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ്, ഈ ക്വാർട്ടറിലെ പ്രോഫിറ്റ്, ഈ കറസ്പോണ്ടിങ് ക്വാർട്ടറിലെ പ്രോഫിറ്റ്, അങ്ങനെ കുറെ ഇൻഫർമേഷൻ നമുക്ക് അതിൽ നിന്ന് കിട്ടും. ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് എന്താ കിട്ടുക? ബാലൻസ് ഷീറ്റിൽ നിന്ന് നമുക്ക് അസറ്റ്സിന്റെ ഡീറ്റെയിൽസ്, എന്തൊക്കെ അസറ്റ്സ് കമ്പനിക്ക് ഉണ്ട്, അങ്ങനെ കിട്ടും. ഇതാണ് എന്ത്? ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. നമ്മളിവിടെ പഠിക്കുന്ന കോസ്റ്റിംഗ് ആയതുകൊണ്ട് ഇൻഫർമേഷന് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കോസ്റ്റ് ഇൻഫർമേഷൻ. എന്താ കോസ്റ്റ് ഇൻഫർമേഷൻ? ഈ പേന ഉണ്ടാക്കാനുള്ള ചെലവ്. അപ്പൊ നമ്മളൊരു പുതിയൊരു പേന, പുതിയ മോഡല് പേന ഇറക്കാൻ പോവാ. അത് ഇറക്കാൻ പോകുമ്പോ അവർക്ക് അറിയേണ്ട കാര്യം എന്താ? എത്ര രൂപയ്ക്ക് ഈ പേന വിൽക്കാൻ പറ്റും? ഓക്കെ, എത്ര രൂപയ്ക്ക് ഈ പേന വിൽക്കാനായിട്ട് നമുക്ക് പറ്റും? അതില് മാർക്കറ്റില് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ടാവും പുതിയ പേന അബ്സോർബ് ചെയ്യാനായിട്ട്? ആൾക്കാർ ഇത് മേടിക്കണ്ടേ? മേടിക്കാനായിട്ട് ആൾക്കാർ ഇത് മേടിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടോ മാർക്കറ്റിൽ? അതിനുണ്ടോ? ആൾക്കാർക്ക് നമുക്ക് വിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? അതറിയണം, വേണ്ടേ? അതുപോലെ പേന ഉണ്ടാക്കാനുള്ള ചെലവ് അറിയണം. 10 രൂപയ്ക്കാണ് ഞാൻ പേന വെക്കാൻ ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റിന് എത്ര രൂപയ്ക്ക് പേന, മാർക്കറ്റിന് അത് മേടിക്കാൻ പറ്റുമോ? അത് നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആണ്. മാർക്കറ്റിന് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ? വെദർ മാർക്കറ്റില് ആൾക്കാര് പുതിയൊരു പ്രൊഡക്റ്റ് ഇറങ്ങി അവർക്ക് അത് മേടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? അത് നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആണ്. എത്ര രൂപയ്ക്ക് അത് വിൽക്കാൻ പറ്റും? 10 രൂപയ്ക്ക് വിൽക്കാൻ പറ്റും. ഈ 10 രൂപയ്ക്ക് വിൽക്കാൻ പറ്റുന്ന പേന അത്രയും നമുക്ക് മാക്സിമം വിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ഉണ്ടാക്കാൻ എന്ത് ചെലവ് വരും? അത് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? നമ്മൾ കോസ്റ്റ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് പെർ യൂണിറ്റ്, ഞാൻ നേരത്തെ പേനയുടെ കാണിച്ചെന്ന് ഓർമ്മയുണ്ടോ? ടോട്ടൽ 5 ലക്ഷം വരും, 1 ലക്ഷമാണ്, 1 ലക്ഷം പേന ഉണ്ടാക്കി 5 രൂപയാണ് കോസ്റ്റ് വരുന്നത് എന്നുള്ളത്. 5 രൂപയാണ് പേനയുടെ കോസ്റ്റ് വരുന്നത്. അത് എന്ത് ഇൻഫർമേഷൻ ആ? ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആണ്, വിച്ച് ഇസ് കോൾഡ് കോസ്റ്റ് ഇൻഫർമേഷൻ ആൻഡ് ഓർ അതർ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. കോസ്റ്റ് ഇൻഫർമേഷൻ ആയിരിക്കും, മറ്റു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ആയിരിക്കും. സോ ഇൻഫർമേഷനെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്നും നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ അതിന്റെ കോമ്പിനേഷൻ രണ്ടും കൂടി. സോ നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്താ? ഇറ്റ് കുഡ് ബി എനിത്തിങ്. എനിത്തിങ് ഇൻ ദ സെൻസ്, ഇപ്പോ നമുക്ക് ഒരു ന്യൂസ് വരുവാണ്, മാർക്കറ്റിലുള്ള പേന ഉണ്ടാക്കുന്ന കമ്പനിയാണ് നമ്മൾ വിചാരിച്ചു, മാർക്കറ്റിലുള്ള മറ്റൊരു ഭീമൻ, അതായത് മൊത്തം മാർക്കറ്റിൽ 30% മാർക്കറ്റ് ഷെയർ. എന്നാൽ 30% മാർക്കറ്റ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ 1 ലക്ഷം പേനയാണ് ഇന്ത്യയിൽ മൊത്തം ആൾക്കാർ വിൽക്കണമെന്ന് വിചാരിച്ചു, അതിൽ 30,000 പേനയും ഈ കമ്പനിയുടെയാണ് വിൽക്കപ്പെടുന്നത്. അപ്പൊ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് 30% മാർക്കറ്റ് ഷെയർ ഉണ്ടെന്നാ പറയാ അല്ലെ. ആ കമ്പനിയുടെ ഒരു ഇൻഫർമേഷൻ വരാണ്, അവര് കമ്പനി അടച്ചു പൂട്ടാൻ പോവാണ്. They have done some fraud or something. It's a non-financial information. ആണോ? So information may be financial or non-financial. ക്ലിയർ ആയോ? രണ്ട് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഇനി യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ഈ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, അപ്പൊ നമ്മുടെ ഫോക്കസ് ഇവിടെ എന്താ? ഈ സബ്ജക്റ്റിൽ നമ്മുടെ ഫോക്കസ് എന്താ? ഈ സബ്ജക്റ്റിൽ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആണ് അല്ലെ. നമ്മൾ കോസ്റ്റിംഗ് ഇൻഫർമേഷൻ ആണ്, കോസ്റ്റിംഗ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനെന്താ കിട്ടുക? കോസ്റ്റിംഗ് ഇൻഫർമേഷൻ ആണ് കിട്ടുക. സോ നമ്മൾ മെയിൻ ആയിട്ട് എന്താ നോക്കുക? ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആണ് നമ്മുടെ മെയിൻ ഫോക്കസ്. ആണോ? നമ്മുടെ മൈതാനത്തെ പരിപാടി ഇതാണ്. നമ്മുടെ മെയിൻ പരിപാടി എന്താ? ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എടുക്കുന്നുണ്ട്. ബട്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പ്രാക്ടിക്കൽ ലൈഫിൽ അങ്ങനെ ആവില്ല കേട്ടോ. ബിക്കോസ് ഇൻ ദ കമ്പനി വേറെ ഫോർ ദ ക്ലയന്റ്, അവർക്ക് ഫിനാൻഷ്യലും നോൺ ഫിനാൻഷ്യലും ഒക്കെ വേണം. ബിക്കോസ് പ്രാക്ടിക്കൽ വേൾഡ് ആണ്. അതൊക്കെ നിങ്ങൾ പഠിച്ച് പാസ്സായിട്ട് CMA-കാരൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ഫോക്കസ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. അപ്പൊ ആരാണ് ഈ ഫിനാൻഷ്യൽ ഇൻഫർമേഷന്റെ യൂസേഴ്സ്? സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് ബിസിനസ് ആർ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ആരാണോ ബിസിനസിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അവരാണ് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷന്റെ യൂസേഴ്സ്. ആരാ സ്റ്റേക്ക് ഹോൾഡേഴ്സ്? ആരാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്? കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ്. കമ്പനിയുടെ മെയിൻലി നമ്മുടെ ഈ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ യൂസ് ചെയ്യുക ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. പ്രൈമറിലി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, മാനേജ്മെന്റ്, മാനേജേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, കമ്പനിയുടെ എംപ്ലോയീസ്, കമ്പനിയുടെ ക്രെഡിറ്റേഴ്സ്. കമ്പനിക്ക് നമ്മൾ ആരെങ്കിലും കടം മേടിക്കുമ്പോഴേ അവർക്ക് അറിയണ്ടേ കമ്പനി നന്നായി തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോന്ന് അറിയണ്ടേ? അങ്ങനെയുള്ള ക്രെഡിറ്റേഴ്സ് അവർക്ക് അറിയണം അല്ലെ. എംപ്ലോയീസിന് എന്തിനാ? അവരെ ബോണസും കാര്യങ്ങളൊക്കെ ഈ ലാഭത്തുമ്പോഴാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കമ്പനി ലാഭം ഉണ്ടാക്കി കൂടുതൽ ബോണസ് അവർക്ക് കിട്ടും. ആണോ? സോ എംപ്ലോയീസിന് അറിയണം ലാഭം ഉണ്ടോ എന്നുള്ളത്. ഗവൺമെന്റിന് അറിയണം. ഗവൺമെന്റ് എന്തിനാ അറിയണേ? എന്റെ കമ്പനിക്ക് ലാഭം ഉണ്ടോന്ന് ഇതിന് ഗവൺമെന്റ് അറിയണേ? എന്തിനാ അറിയണ? ടാക്സ് മേടിക്കാൻ വേണ്ടേ? നിങ്ങൾ പഠിക്കില്ല, ഇൻകം ടാക്സ് ഒക്കെ നിങ്ങൾ പഠിക്കും. എത്രയാണോ നമ്മുടെ ലാഭം അതിനനുസരിച്ച് നമ്മൾ ഗവൺമെന്റിലേക്ക് ടാക്സ് അടയ്ക്കണം. അതുപോലെ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്. ആരാ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്? ഇപ്പൊ ഷെയർ ഹോൾഡർ ആണോ അവര്? അല്ല. ഇനി ഷെയർ ഹോൾഡേഴ്സ് ആവും. യെസ്, ദേ ആർ പ്ലാനിങ് ടു ബൈ ഷെയർസ് ഓഫ് എ പെർട്ടിക്കുലർ കമ്പനി. ഒരു കമ്പനിയുടെ ഷെയർ മേടിക്കാനുള്ള ഉദ്ദേശം ഉണ്ട് അവർക്ക്. അപ്പൊ ആ കമ്പനി നന്നായി പെർഫോം ചെയ്യണമെന്ന് പറയണമെങ്കിൽ അവരെന്ത് ചെയ്യും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പനിയുടെ മുമ്പത്തെ ബാലൻസ് ഷീറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് അനലൈസ് ചെയ്യും. സോ അവർക്കും ഇൻഫർമേഷൻ
ആവശ്യമുണ്ട്. സോ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഇൻഫർമേഷൻ ആവശ്യം ഉണ്ടാവുക അല്ലെ. മാനേജേഴ്സിന് എന്താണ് ഇൻഫർമേഷൻ? മാനേജേഴ്സിന് ഡിസിഷൻസ് എടുക്കാനാണ്. പേന പ്രൊഡ്യൂസ് ചെയ്യണോ വേണ്ടേ? 10 രൂപയ്ക്ക് വിൽക്കാൻ പറ്റും, 5 രൂപയാണ് അതിന്റെ കോസ്റ്റ് വരുന്നത്. അപ്പൊ നമ്മൾ പേന ഉണ്ടാക്കണോ വേണ്ടേ? അതാരെ തീരുമാനിക്കുക? മാനേജേഴ്സ് ആണ് തീരുമാനിക്കുക അല്ലെ. സോ അങ്ങനെയുള്ള കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ ആണ് മാനേജേഴ്സിന് വേണ്ടത്. ഷെയർ ഹോൾഡേഴ്സിന് എന്താ വേണ്ടത്? ഈ വർഷം ലാഭം എത്ര, ഈ വർഷം ഡിവിഡൻഡ് എത്ര. പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിന് ആ കമ്പനിയുടെ കഴിഞ്ഞ വർഷങ്ങളിലെ പെർഫോമൻസ്. എംപ്ലോയീസിന് ബോണസ് എത്ര ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണം. ക്രെഡിറ്റേഴ്സിന് തിരിച്ചടയ്ക്കാനുള്ള കഴിവുണ്ടോ, ഈ ചേട്ടന്മാർക്ക് കാശ് കടം കൊടുത്താന്ന് അറിയണം വേണ്ടേ. ഗവൺമെന്റിന് എന്തിനാ? ടാക്സ് കളക്ട് ചെയ്യാൻ. സോ ഓരോരുത്തരുടെയും ഇൻഫർമേഷൻ റിക്വയർമെന്റ് ഡിഫറെന്റ് ആയിരിക്കും. സോ ഇവരാണ് ബേസിക്കലി ഫിനാൻഷ്യൽ ഇൻഫർമേഷന്റെ യൂസേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ്, ക്വാളിറ്റി ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. സക്സസ് ഓർ ഫെയിലിയർ ഓഫ് an organization depends on the or depends to a great extent on the effectiveness and efficiency of decisions made. സത്യം അല്ലേ? നമ്മൾ ഫിനാൻഷ്യൽ ഇൻഫർമേഷന്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആണോ? ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ കൊടുത്താൽ മാത്രം പോരാ, ഇറ്റ് ഷുഡ് ഹാവ് എ ക്വാളിറ്റി. എന്താ ക്വാളിറ്റി? നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ പറയും അല്ലേ, നല്ല ബട്ടർ ചിക്കൻ കിട്ടി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ആണോ? പക്ഷെ ഈ ബട്ടർ ചിക്കൻ നല്ലതായിരിക്കണം, വേണോ വേണ്ടേ? നമ്മൾ പല സ്ഥലത്ത് ഇപ്പൊ നമുക്കിപ്പോ ഇന്നത്തെ ലോകത്ത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നമുക്ക് കുറെ ബിരിയാണി സ്പോട്സ് ഉണ്ടാവും. നല്ല ബിരിയാണി ഏതെങ്ങനെ തീരുമാനിക്കുക? നല്ല സ്വാദുള്ള ബിരിയാണിയാണ്. എന്തുകൊണ്ടാ സ്വാദുള്ള ബിരിയാണി നമുക്ക് പറയാൻ പറ്റുന്നത്? നമ്മൾ ആ സ്വാദുള്ള ബിരിയാണി കഴിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഡോപ്പമൈൻ പ്രൊഡ്യൂസ് ചെയ്യും. എന്താ ഡോപ്പമൈൻ? സയൻസ് ക്ലാസ് ആക്കില്ല കേട്ടോ. എന്താ ഡോപ്പമൈൻ? നമുക്കൊരു സന്തോഷം തന്നെ സാധനം അല്ലെ. അതേപോലെ ഫിനാൻഷ്യൽ ഇൻഫർമേഷനും പലതരത്തിലുണ്ടാവും. പലതരത്തിൽ മീൻസ് ഇറ്റ് ഷുഡ് ബി ഓഫ് അക്യുറസി, കംപ്ലീറ്റ് ആയിരിക്കണം. അതുപോലെ അക്യുറേറ്റ് ആയിരിക്കണം, തെറ്റാനൊന്നും പാടില്ല. ഇപ്പൊ നമ്മൾ ഈ പേനയുടെ എക്സാമ്പിൾ പറഞ്ഞു. നമ്മുടെ പേനയുടെ കണക്ക് കൂട്ടി ഇപ്പൊ നമുക്ക് 5 രൂപയാണ് കോസ്റ്റ് വന്നത് അല്ലേ. സോ 10 രൂപയ്ക്ക് വിൽക്കാൻ പറ്റും, 5 രൂപ കമ്പനിക്ക് ലാഭം ആണോ. പക്ഷെ ആ കാൽക്കുലേഷനിൽ എവിടെയെങ്കിലും ഒരു തെറ്റ് പറ്റി, എവിടെയെങ്കിലും ഒരു അക്യൂറസി നമ്മുടെ പാളി പോയിട്ടുണ്ടെങ്കിൽ, ലെറ്റ്സ് സേ വി എസ്റ്റിമേറ്റ് 9 rupees കോസ്റ്റ്, 9 രൂപ കോസ്റ്റ്. നമ്മൾ മാനേജറിനോട് പറയാണ്, സാർ 9 രൂപ പേന ഉണ്ടാക്കാൻ കോസ്റ്റ് വരും, 10 രൂപയ്ക്ക് മാർക്കറ്റ് 1 രൂപ ലാഭമുള്ള. മാനേജർ വേണ്ടാന്ന് വെക്കാം ആണോ. സോ നമ്മുടെ ക്വാളിറ്റി ഈസ് വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷന്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മളിപ്പോ എന്താ പഠിച്ചേ? ആരാണ് ആരാണ് ഈ ഫിനാൻഷ്യൽ ഇൻഫർമേഷന്റെ യൂസേഴ്സ്? അത് ക്വാളിറ്റി ഉള്ള ഇൻഫർമേഷൻ ആയിരിക്കണം. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? സോ ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ് കോസ്റ്റ് അക്കൗണ്ടൻസി, എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ്, എന്താണ് കോസ്റ്റിംഗ്. സോ 3 ടേംസ് ഉണ്ട്. ഓക്കെ, അക്കാദമിക് ഇതൊക്കെ അവർ പറഞ്ഞു. ബിഫോർ എൻറ്ററിംഗ് ഇൻ ടു nuances ഓഫ് അക്കാദമിക് ഡിസിപ്ലിൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസി, ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു റീഡ് 3 ബേസിക് കൺസെപ്ച്വൽ ഇഷ്യൂസ് വിച്ച് ആർ ഡിസ്കസ്ഡ് ഇൻ ഫോളോയിങ് ലൈൻ. 3 ടേംസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ നിങ്ങൾ എത്ര ആലോചിച്ചാൽ മതി. ഓക്കെ, കോസ്റ്റ് അക്കൗണ്ടൻസി. എന്താണ് കോസ്റ്റ് അക്കൗണ്ടൻസി? ഇറ്റ്സ് ദ അക്കാദമിക് ഡിസിപ്ലിൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിംഗ് ആൻഡ് ഇസ് ഡിഫൈൻഡ് ആസ് ദ അപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്, മെത്തഡ്സ് ആൻഡ് ടെക്നിക്സ്. ഓരോന്ന് നോക്കി നിങ്ങൾ. ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന കുറച്ച് ചാപ്റ്റേഴ്സ്. മെത്തഡ്സ് ആൻഡ് ടെക്നിക്സ് എന്തൊക്കെയാ? മാർജിനൽ കോസ്റ്റിംഗ്, ബഡ്ജറ്റിംഗ്, ഓൾ ദീസ് തിങ്സ്. ടു സയൻസ് ആൻഡ് ആർട്ട് and practice of cost control and ascertainment of profitability as well as presentation of information for the purpose of managerial decision making. സോ എന്താണ് കോസ്റ്റ് അക്കൗണ്ടൻസിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്? നിങ്ങൾ എന്താണെന്നറിയോ, ഒരു തവണ നിങ്ങൾ വായിച്ചു വെച്ചാൽ മതിട്ടോ മക്കളെ. ജസ്റ്റ് ഒരു തവണ എന്ത് ചെയ്യുക, വായിച്ചു വെക്കുക. സോ ഈ എങ്ങാനും അവർ MCQ 3 വന്നിട്ട് ഇതിൽ ഏതാണ് കോസ്റ്റ് അക്കൗണ്ടൻസി, ഏതാണ് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചു വെറുതെ പണി പിടിക്കണ്ട. ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. എന്താ സംഭവം? ഒന്നുമില്ല, നമ്മൾ കോസ്റ്റിംഗിന്റെയും കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പൽസും മെത്തഡ്സും ടെക്നിക്സും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അതുപോലെ കോസ്റ്റ് കൺട്രോൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതൊക്കെ പ്രിപ്പയർ ചെയ്താൽ മാത്രം പോരാ അല്ലെ. ഇറ്റ് ഷുഡ് ബി പ്രസന്റഡ്. നല്ല രീതിയിൽ കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യണം, പ്രസന്റ് ചെയ്യണം. അപ്പൊ അത്രയും കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടൻസി. ജസ്റ്റ് വായിച്ചു പോവാം. ഓക്കെ, കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്? കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് അക്കൗണ്ടിംഗ് ആസ് ദ പ്രോസസ് ഓഫ് ഗാദറിംഗ് കോസ്റ്റ് ഇൻഫർമേഷൻ. സോ കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് വാട്ട് ഇസ് ദ പ്രോസസ്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഗാദറിംഗ് ഓഫ് കോസ്റ്റ് ഇൻഫർമേഷൻ. കോസ്റ്റിന്റെ ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഗ്യാദർ ചെയ്യണം. അപ്പൊ നമ്മൾ പേനയുടെ കേസ് പറഞ്ഞില്ലേ, അതിന് ഇങ്ക് വേണം, പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് വേണം, അതിന്റെ ബോൾ വേണം അല്ലെ. ഇതൊക്കെ ഉണ്ടാക്കാനുള്ള ചെലവ് എത്ര വരും?
1 കിലോഗ്രാം പ്ലാസ്റ്റിക് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽ മേടിക്കണമെങ്കിൽ എന്ത് ചെലവ് വരും, ഇങ്കിന് എന്ത് ചെലവ് വരും. അപ്പൊ ഇങ്ങനെ കോസ്റ്റ് ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യുക, ഗ്യാദർ ചെയ്യണം. ഓക്കെ, സോ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ പ്രൈമറി പർപ്പസ് എന്താണെന്ന് നോക്കിക്കേ. പ്രോസസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് എ പ്രോസസ് ഓഫ് ഗ്യാദറിംഗ് ഓഫ് കോസ്റ്റ് ഇൻഫർമേഷൻ ആൻഡ് ഇറ്റ്സ് അറ്റാച്ച്മെന്റ് ടു കോസ്റ്റ് ഒബ്ജക്ട്സ്. ഇപ്പൊ കോസ്റ്റ് ഇൻഫർമേഷൻ കളക്ട് ചെയ്തു എന്നിട്ട് ഞാൻ പറയുന്നത് ഇതാണ് പേന. പേന എന്ന് പറയുന്ന ഈ കോസ്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടാക്കാനുള്ള ഇന്ന ചെലവുകൾ ഇതിന് വരും. മനസ്സിലായോ? നെക്സ്റ്റ് കഴിഞ്ഞിട്ടില്ല, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബഡ്ജറ്റ്സ്. ബഡ്ജറ്റ് എന്താ, ഭാവിയിൽ നമുക്ക് എന്തൊക്കെ ചെലവ് വരാം. അടുത്ത 1 വർഷം നമ്മൾ 5 ലക്ഷം പേന ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ 5 ലക്ഷം പേന ഉണ്ടാക്കാൻ എന്താണ് നമ്മുടെ ബഡ്ജറ്റ്, എന്താണ് ഓരോ യൂണിറ്റിന് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ത് വന്നു, ആക്ച്വൽ കോസ്റ്റ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നതിന് ഈ ഒരു പേന ഉണ്ടാക്കാൻ 5 രൂപ വരാൻ പാടുള്ളൂ. ഓക്കെ, ആക്ച്വൽ കോസ്റ്റ് ചിലപ്പോൾ 6 വന്നേക്കാം. ക്ലിയർ ആയോ? പ്രോസസ്സസ്, ആക്ടിവിറ്റീസ് ഓഫ് പ്രൊഡക്ട്സ്, അനാലിസിസ് ഓഫ് വാരിയൻസസ്. അപ്പൊ നമ്മൾ പറഞ്ഞു 5 രൂപ വരാൻ പാടുള്ളൂ, 6 രൂപ വന്നു. അപ്പൊ എന്തുകൊണ്ട് 6 രൂപ വന്നു, മനസ്സിലായോ? ഇനി പ്രോഫിറ്റബിലിറ്റി, കോസ്റ്റ് ഒബ്ജക്റ്റിന്റെ പ്രോഫിറ്റബിലിറ്റി, പേന വിട്ടപ്പോ എന്ത് ലാഭം നമുക്ക് ഉണ്ടായി. ഇപ്പൊ ഇതൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് എന്ത്, കോസ്റ്റ് കൗണ്ട്. ക്ലിയർ ആയോ? മനസ്സിലായോ? ദെൻ ലാസ്റ്റ് വൺ, കോസ്റ്റിംഗ്. എന്താണ് കോസ്റ്റിംഗ്? Official terminology specifically states that the use of term costing is not recommended except with qualifying adjective. For example, standard costing. The term is used in following connotations: batch costing, continuous operations costing, contract costing, job costing, service costing. So costing, CAMA യുടെ official terminology പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കോസ്റ്റിംഗ് മാത്രമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യരുത്. ദർ ഇസ് നത്തിങ് കോൾഡ് കോസ്റ്റിംഗ് അൺലെസ് ഈ കോസ്റ്റിംഗ് എന്ന് പറയുന്നതിന്റെ എന്തെങ്കിലും ഒരു പ്രിഫിക്സ് വരണം. എന്താ പ്രിഫിക്സ്? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയാം, മാർജിൻ കോസ്റ്റിംഗ് എന്ന് പറയാം. പക്ഷെ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ടെർമിനോളജി യൂസ് ചെയ്യരുത്. ക്ലിയർ ആയോ? സോ ബേസിക്കലി ഡെഫിനേഷൻസ് എന്ന് പറയുന്നത് നോക്കാം. 2 ഡെഫിനേഷൻസ് ആണ് നമ്മൾ കണ്ടത്. കോസ്റ്റ് അക്കൗണ്ടൻസി എന്താണ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്. കോസ്റ്റ് അക്കൗണ്ടൻസി കുറച്ചും കൂടെ വൈഡർ ടേം ആണ്. ഓക്കെ, വൈഡർ ടേം ആണ്. ആൻഡ് കോസ്റ്റ് അക്കൗണ്ടൻസിൽ ഇൻക്ലൂഡ് ആയി വരുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. ദാറ്റ്സ് ഇറ്റ്. ഇനി ഇവിടെ നിന്നാണ് നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അതൊക്കെ 4 മാർക്കിന് തിയറി വരാവുന്നതാണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് എത്ര മാർക്കിന് ചോദിക്കാം? 4 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. 4 മാർക്സിന് ചോദിച്ചേക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. To ascertain the cost of production on per unit basis. For example, cost per kilogram, cost per meter, cost per liter, cost per ton. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ എക്സാമ്പിൾ പറഞ്ഞ ഓർമ്മയുണ്ടോ? പേന ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്ത് ചെലവ് വരും? മൊത്തം 5 ലക്ഷം ചെലവ് വരും. കറക്റ്റ്, 5 ലക്ഷം ചെലവ് വരും. അപ്പൊ 5 ലക്ഷം ചെലവ് വരുന്നുണ്ടെങ്കിൽ 5 ലക്ഷം ചെലവ് വരുന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം പേനയാണ് നമ്മൾ ഉണ്ടാക്കണേ, 5 ലക്ഷം ചെലവും. അപ്പൊ ഒരു പേനയുടെ വില എത്രയാ? 5 രൂപ. ക്ലിയർ ആയോ? ഇനി ഞാൻ കുറച്ചും കൂടെ വേറെ സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ തന്നേരാം. സി, നമ്മള് 100 കിലോഗ്രാം സിമെന്റ് ഉണ്ടാക്കുകയാണ്. 100 കിലോഗ്രാം സിമെന്റ് ഉണ്ടാക്കുകയാണ്. അപ്പൊ 100 കിലോഗ്രാം സിമെന്റ് ഉണ്ടാക്കാൻ നമുക്ക് മെറ്റീരിയല്, പിന്നെ എന്തൊക്കെയായിരുന്നു, ലേബർ, ഓവർഹെഡ്സ്, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട്, എല്ലാ എക്സ്പെൻസും കൂടെ കൂട്ടിയിട്ട് നമുക്ക് 10 ലക്ഷം ചെലവ് വരുന്നുണ്ട്. എത്രയാ? 10 ലക്ഷം. 100 കിലോഗ്രാം ഉണ്ടാക്കാൻ 10 ലക്ഷം. അപ്പൊ 1 കിലോഗ്രാമിന്റെ കോസ്റ്റ് എത്രയാ? 10 ലക്ഷം ഡിവൈഡ് ബൈ 100, 10,000. പോയിട്ട് എത്രയൊന്നും വരില്ല. ഓക്കെ, സോ 10,000 ആണോ? സോ അങ്ങനെ മൊത്തം നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ് എന്താ? Objectives of cost accounting, first ascertain the cost of production on per unit basis. Per unit basis നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റ് കണ്ടുപിടിക്കണം. ക്ലിയർ ആയോ? നെക്സ്റ്റ്, കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ഇൻ ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. കറക്റ്റ് ആണ്. ലെറ്റ്സ് സേ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മുടെ കമ്പനിയുടെ പോളിസി ഈസ് സച്ച് ദാറ്റ്, നമ്മുടെ കമ്പനിയുടെ പോളിസി എന്ന് പറയുന്നത്, ലെറ്റ്സ് ഇമാജിൻ നമുക്ക് നമ്മുടെ കോസ്റ്റിന്റെ, നമുക്ക് എന്താണോ കോസ്റ്റ് വരുന്നത് ആ കോസ്റ്റിന്റെ 10% ലാഭം വേണം. ഓക്കെ, ഇതാണ് കമ്പനിയുടെ പോളിസി. അപ്പോ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട്, ഒരു മിനിറ്റ്, നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് ലെറ്റ്സ് സേ കമ്പനിക്ക് ഒരു പേന ഉണ്ടാക്കാൻ 5 രൂപ ചെലവുണ്ട്. 5 രൂപ ചെലവുണ്ട് വിചാരിച്ചു. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5 രൂപ പെർ പെൻ, ഇതാണ് നമ്മുടെ കോസ്റ്റ്. കമ്പനിക്ക് എത്ര ലാഭം വേണം?
10% ഓൺ കോസ്റ്റ്. കോസ്റ്റിന്റെ 10% എന്ത് വേണം? ലാഭം വേണം, വേണ്ടേ? അപ്പൊ 5 രൂപയുടെ 10% എത്ര വരിക? 50 പൈസ. 5 × 10% നിങ്ങൾ കാൽക്കുലേറ്റർ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. 50 പൈസ. സോ 5 രൂപ 50 പൈസക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേനയുടെ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാൻ പറ്റും. കറക്റ്റ് ആണോ? എന്തുകൊണ്ടാ? 10% ലാഭം വേണം കോസ്റ്റിന്റെ. കോസ്റ്റ് എത്രയാ? 5 രൂപ. 10% എന്ന് പറയുമ്പോൾ 50 പൈസ. അപ്പൊ എത്ര രൂപയ്ക്ക് പേന വെക്കാം? 5 രൂപ 50 പൈസക്ക്. ക്ലിയർ ആയോ? സോ കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ഇൻ ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് സഹായിക്കും. അതെങ്ങനെയാ? കോസ്റ്റ് അക്കൗണ്ടിങ് എനാബിൾസ് ടു ഡിറ്റർമിൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മൾ കണ്ടുപിടിച്ചു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയാ? 5 രൂപ. അപ്പം 10% ലാഭത്തിന് വെക്കണമെങ്കിൽ 5 രൂപ 50 പൈസക്ക് വിൽക്കാം. ആണോ? നെക്സ്റ്റ്. സോ ഇത് രണ്ടും നമ്മൾ എക്സാമ്പിളുകളെ കണ്ടാണ് അല്ലെ. തേർഡ് വൺ എന്താ? കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ഇൻ കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ. ശരിയാണ്. എന്തുകൊണ്ടെന്ന് അറിയാം, ഞാൻ പറഞ്ഞുതരാം. സി, ഇപ്പോ നമ്മള് ഈ പേനയുടെ കോസ്റ്റ് ബഡ്ജറ്റ് ചെയ്തത് 5 രൂപയായിരുന്നു. ആണോ? 5 ലക്ഷം ഒരു ചെലവ് വരും, 1 ലക്ഷം പേന ഉണ്ടാക്കും. 5 രൂപ പെർ പെൻ. ആണോ? നമ്മൾ പറയാം ടോട്ടൽ കോസ്റ്റ് 5 ലക്ഷം വരും. നമ്മൾ 1 ലക്ഷം പേന ഉണ്ടാക്കും. അപ്പൊ ഒരു പേനയുടെ വില 5 രൂപ പെർ യൂണിറ്റ്. ഇതാണ് നമ്മൾ ബഡ്ജറ്റ് ചെയ്തത്. പക്ഷെ ആക്ച്വലി എന്തുണ്ടായി? നമുക്ക് 6 ലക്ഷം രൂപ വന്നു. ടോട്ടൽ ചെലവ് എത്ര വന്നു? 6 ലക്ഷം രൂപ വന്നു. എത്ര പേന ഉണ്ടാക്കാൻ? സെയിം 1 ലക്ഷം പേന ഉണ്ടാക്കാൻ. അപ്പൊ നമ്മുടെ ഒരു പേനയുടെ കോസ്റ്റ് എത്രയായി? 6 ലക്ഷം ബൈ 1 ലക്ഷം. ആണോ? ₹6 പെർ പെൻ. ഇതാണ് നമ്മുടെ എന്ത് വന്നത്? ആക്ച്വൽ കോസ്റ്റ് വന്നത്. ആണോ? ഇതാണ് നമ്മുടെ ആക്ച്വൽ കോസ്റ്റ് നമുക്ക് വന്നത്. ഇവിടെ പ്രശ്നം എന്താ? 5 രൂപ ബഡ്ജറ്റ് ചെയ്തു, പക്ഷെ കോസ്റ്റ് നമുക്ക് എത്ര വന്നു? 6 രൂപ വന്നു അല്ലെ? 6 രൂപ കോസ്റ്റ് വന്നു. സോ എന്തുകൊണ്ട്? then the question comes, എന്തുകൊണ്ട് വന്നു? 1 rupees 1 എക്സ്ട്രാ. ഇതിന്റെ റീസൺസ് അനലൈസ് ചെയ്യും. റീസൺസ് അനലൈസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് ടൈം കോസ്റ്റ് എവിടെ കൂടിയെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. സോ വിച്ച് ഇസ് കോൾഡ് കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ. മനസ്സിലായോ? 4, അസർടൈൻമെന്റ് ഓഫ് ഡിവിഷൻ വൈസ്, ആക്ടിവിറ്റി വൈസ് ആൻഡ് യൂണിറ്റ് വൈസ് പ്രോഫിറ്റബിലിറ്റി. എന്താ സംഭവം? ഒരു വലിയൊരു കമ്പനിയാണെന്ന് വിചാരിച്ചോ. ആ കമ്പനിക്ക് പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും അല്ലെ. ലെറ്റ്സ് സേ റോ മെറ്റീരിയൽ കൺട്രോൾ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അവരത് പല പ്രൊഡക്ഷൻസ് ഉണ്ടാവും. 3 പ്രോസസ്സ് ഉണ്ടെന്ന് വിചാരിച്ചോ. ആ 3 പ്രോസസ്സും ചെയ്യാനായിട്ട് 3 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഡിപ്പാർട്ട്മെന്റ് എയിൽ ഒരു പ്രോസസ് ചെയ്യും, ഡിപ്പാർട്ട്മെന്റ് ബിയിലും അത് എ എന്നുള്ള ഇൻപുട്ട് എടുത്തിട്ട് ഡിപ്പാർട്ട്മെന്റ് ബിയിൽ പ്രോസസ് ചെയ്യും, ഡിപ്പാർട്ട്മെന്റ് ബി ഇൻപുട്ട് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും, സിക്ക് വിടും, സി അവിടെ നിന്ന് പ്രോസസ് ചെയ്തിട്ട് ഫൈനൽ ഔട്ട്പുട്ട് ആക്കും. അപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ലാഭകരമായിട്ട് പ്രവർത്തിക്കുന്നത്, ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിന് നഷ്ടം വരുന്നുണ്ടോ, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ വേസ്റ്റേജസ്, എവിടെയാണ് വേസ്റ്റേജസ് ഉണ്ടാവുന്നത്, ഇൻഎഫിഷ്യൻസീസ് എവിടെ ഉണ്ടാവുന്നത്, പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇതൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇനി ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മളിത് കൈ വെച്ചിരുന്നാൽ മതിയോ? നമ്മളല്ല, നിങ്ങൾ കോസ്റ്റ് അക്കൗണ്ടൻസ് നിങ്ങൾ ഇത് കൈ വെച്ചിരുന്നാൽ മതിയോ? പോരാ അല്ലെ. നിങ്ങൾ കമ്പനിയിലെ എംപ്ലോയി ആണ്, നിങ്ങൾ ഇതൊക്കെ അനലൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങൾ ഇത് എന്ത് ചെയ്യണം? മാനേജ്മെന്റിന് പ്രസന്റ് ചെയ്യണം. സോ കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ഇൻ പ്രസന്റേഷൻ ഓഫ് റെലവെന്റ് ഡാറ്റ ടു മാനേജ്മെന്റ്. ക്ലിയർ ആയോ? മനസ്സിലായോ? സോ എന്തൊക്കെയോ ഒബ്ജക്റ്റീവ്സ്? കോസ്റ്റ് കണ്ടുപിടിക്കുക. കോസ്റ്റ് കണ്ടുപിടിച്ച് നിങ്ങൾ ഒരു സ്റ്റെപ്പ് പോലെ ആലോചിച്ച് വെച്ചാൽ മതി. കോസ്റ്റ് കണ്ടുപിടിച്ച നെക്സ്റ്റ് എന്താ? സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്നുള്ളത് തീരുമാനിക്കാൻ പറ്റും. ഇനി ചില സമയത്ത് ഈ കണ്ടുപിടിച്ച കോസ്റ്റ് തെറ്റിപ്പോവാ അല്ലെ. സോ എന്തുകൊണ്ട് തെറ്റി എന്നുള്ള അനാലിസിസ് ചെയ്തിട്ട് കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനും പോസിബിൾ ആണ്. ഇനി ചിലപ്പോൾ ഈ കോസ്റ്റ് കൂടിയതോ കുറഞ്ഞതോ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രശ്നമായിരിക്കും. അപ്പൊ ഓരോ ഡിവിഷൻ വൈസ്, ആക്ടിവിറ്റി വൈസ്, യൂണിറ്റ് വൈസ് പ്രോഫിറ്റബിലിറ്റി അനലൈസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അതുപോലെ ബാക്കിയുള്ള വേസ്റ്റേജ്, ഇൻഎഫിഷ്യൻസി കണ്ടുപിടിച്ചിട്ട് മാനേജ്മെന്റ് നമ്മൾ എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യണം. ഇപ്പൊ ഒരു കുഞ്ഞി കഥ പോലെ അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യാൻ? പഠിച്ചു വെക്കാൻ. 4 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. ക്ലിയർ ആയോ? സോ സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. നെക്സ്റ്റ്, അപ്പൊ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും? സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തൊക്കെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ചെയ്യാൻ? എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഇൻവോൾവ് ആവുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ? ക്ലിയർ ആയോ? സോ അതാണ് സ്കോപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബുക്ക് കീപ്പിംഗ്. ഫസ്റ്റ് എന്താ നമ്മൾ ചെയ്യുന്നത്? കോസ്റ്റ് ബുക്ക് കീപ്പിംഗ്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ചെലവുകളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കാം. എങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കാം? പല രീതിയിൽ റെക്കോർഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ രജിസ്റ്റർ വെച്ച് മെയിൻറ്റെയിൻ ചെയ്യാം. അക്കൗണ്ടിങ് എൻട്രീസ്, നമ്മുടെ കോസ്റ്റ് എൻട്രീസ് വഴി റെക്കോർഡ് ചെയ്യാം. അപ്പൊ ഇതിന്റെയൊക്കെ റെക്കോർഡ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് പ്രൈമറി സ്കോപ്പ്, ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ ഉണ്ടാവുക. രണ്ടാമത്തെ എന്താ? കോസ്റ്റ് അസൈൻമെന്റ്. എന്ത് കോസ്റ്റ് വന്നു, ഈ പേൻ ഉണ്ടാക്കാൻ എന്ത് ചെലവ് വന്നു, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യാൻ എന്ത് ചെലവ് വന്നു, അല്ലെങ്കിൽ ഒരു പാസഞ്ചറിനെ കോഴിക്കോട് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് നമ്മൾ ബസ്സിലാണ് പോകുന്നത്, അപ്പൊ അയാളെ ട്രാവൽ ചെയ്തെത്തിക്കാൻ ബസ് ഓണേഴ്സിന് എന്ത് ചെലവ് ഉണ്ട്. അങ്ങനെ ഓരോ യൂണിറ്റിന്റെയും കോസ്റ്റ് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കാം. എന്തിനാണ്? മാനേജ്മെന്റ് ഡിസിഷൻസ് എടുക്കണം അല്ലെ. എന്ത് പ്രൈസ് ചാർജ് ചെയ്യണം, എന്ത് പ്രൈസ് ടിക്കറ്റിന് ചാർജ് ചെയ്യണം, എന്ത് വിലക്ക് പേന വിൽക്കണം. ക്ലിയർ ആയോ? ആൻഡ് കോസ്റ്റ് അനാലിസിസ്. എന്താ കോസ്റ്റ് അനാലിസിസ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അതായത് നമ്മൾ 5 രൂപ പ്രതീക്ഷിച്ചു, പക്ഷെ 7 രൂപ നമുക്ക് കോസ്റ്റ് വന്നു, 6 രൂപ കോസ്റ്റ് വന്നു, എന്തുകൊണ്ട് 1 രൂപ കൂടി എന്നുള്ളതാണ് നമ്മൾ എവിടെ ചെയ്യുന്നത്? കോസ്റ്റ് അനാലിസിസിൽ ചെയ്യുന്നത്. ക്ലിയർ ആയോ? കോസ്റ്റ് കമ്പാരിസൺ. കോസ്റ്റ് കമ്പാരിസൺ എന്ന് പറഞ്ഞാലേ, ഇപ്പോ നമുക്ക് പല രീതിയിൽ ഒരു ഒരു പ്രൊഡക്റ്റിന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. യു ക്യാൻ ചൂസ് ഡിഫറെന്റ് ഓപ്ഷൻസ്. ഇപ്പോ ഈ പേൻ ഉണ്ടാക്കാനായിട്ട് എനിക്കിത് പുറത്തു കൊടുത്ത് മാനുഫാക്ചർ ചെയ്യാം. ഇതിന്റെ കമ്പോണൻസ് പുറത്തു കൊടുത്ത് മാനുഫാക്ചർ ചെയ്തിട്ട് നമ്മുടെ കമ്പനിയിൽ എംപ്ലോയീസിനെ വെച്ചിട്ട് അവരെ കൊണ്ട് അസംബിൾ ചെയ്യിപ്പിക്കാം. അപ്പൊ പാർട്സ് പുറത്ത് മാനുഫാക്ചർ ചെയ്തിട്ട് ഇവിടെ ആൾക്കാർ വന്നിട്ട് മറ്റേ സ്ക്രൂ ഒക്കെ ഇട്ട് ഫിറ്റ് ചെയ്യും. ഒരു ഓപ്ഷൻ. അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇവിടെ മെഷീൻ വെച്ചിട്ട് അതിന്റെ കമ്പോണൻസ് പ്രൊഡ്യൂസ് ചെയ്ത് അസംബിൾ ചെയ്യാം. സോ ഏത് ഓപ്ഷൻ എടുത്താലാണ് നമുക്ക് ഏറ്റവും കുറവ് കോസ്റ്റില് ചെയ്യാനായിട്ട് പറ്റുക. മനസ്സിലായോ? അപ്പോ ഈ അതൊരു കമ്പാരിസൺ ആണ്. രണ്ട്, കഴിഞ്ഞ വർഷം ഈ പാൻ ഉണ്ടാക്കാൻ എനിക്ക് 5 രൂപ കോസ്റ്റ് വന്നുള്ളൂ, ഈ വർഷമായപ്പോഴേക്കും നമ്മുടെ റോ മെറ്റീരിയലിന്റെ ഒക്കെ ചെലവ് കൂടി, പ്രൈസ് കൂടി, അപ്പൊ എന്റെ കോസ്റ്റ് കൂടുതലോ. അപ്പൊ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചിട്ട് ഈ വർഷം എന്തുകൊണ്ട് കോസ്റ്റ് കൂടി? അങ്ങനെ കോസ്റ്റ് കമ്പാരിസൺസ്, പല രീതിയിലുള്ള കോസ്റ്റ് കമ്പാരിസൺസ് ചെയ്യാനായിട്ട് നമുക്ക് സഹായിക്കും. ആൻഡ് കോസ്റ്റ് കൺട്രോൾ, ആസ് ഐ ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. ഈ കോസ്റ്റ് അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് റീസൺ മനസ്സിലാവും എന്തുകൊണ്ട് കോസ്റ്റ് കൂടി. അപ്പൊ ആ റീസൺ കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റ് കുറയ്ക്കാനായിട്ട് നോക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഇൻവോൾവ് ആണ് അല്ലെ. ദെൻ ഇതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റ് റിപ്പോർട്ട്സ്. ഈ ഇത്രയും ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ ആർക്ക് പ്രസന്റ് ചെയ്യണം? പല പല മാനേജ്മെന്റ് ലെവലില് പ്രസന്റ് ചെയ്യണം. ക്ലിയർ ആയോ? ആൻഡ് ദ ലാസ്റ്റ് വൺ, കോസ്റ്റ് ഓഡിറ്റ്. കോസ്റ്റ് ഓഡിറ്റ് എല്ലാവർക്കും ഉണ്ടോ? കോസ്റ്റ് ഓഡിറ്റ് ഇന്ത്യയിൽ എല്ലാവർക്കും നിർബന്ധമായിട്ടും കോസ്റ്റ് ഓഡിറ്റ് ഇല്ല. ദർ ആർ സ്പെസിഫൈഡ് കമ്പനീസ്. അതായത് ഇത്ര ടേൺ ഓവർ കടക്കുമ്പോ, അല്ലെങ്കിൽ ഇത്ര ഇതുണ്ടെങ്കിൽ, അങ്ങനെ കുറച്ച് ക്രൈറ്റീരിയസ് കമ്പനീസ് ആക്ടിലുണ്ട്. ആ കമ്പനീസ് ആക്ടിൽ പറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് മാൻഡേറ്ററി കോസ്റ്റ് ഓഡിറ്റ് നിർബന്ധം. സോ കോസ്റ്റ് ഓഡിറ്റും കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ സ്കോപ്പില് എന്തൊക്കെയാ വരിക? അപ്പൊ ബുക്ക് കീപ്പിംഗ്, ആദ്യം ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കണം. ഇതും ഷോർട്ട് സ്റ്റോറി പോലെ ആലോചിച്ചാൽ മതി. ആദ്യം ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കും, എന്നിട്ട് എല്ലാത്തിന്റെയും കോസ്റ്റ് കണ്ടുപിടിക്കും, ഓരോ യൂണിറ്റിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കും. കണ്ടുപിടിച്ച് അത് അനലൈസ് ചെയ്യും, എന്തുകൊണ്ട് നമ്മൾ പ്രതീക്ഷനേക്കാൾ കൂടി അല്ലെങ്കിൽ എന്തുകൊണ്ട് കുറഞ്ഞു. ഇത് പല പീരീഡിലേക്ക് നമ്മൾ കമ്പയർ ചെയ്യും. കഴിഞ്ഞ വർഷം എത്രയായിരുന്നു, ഈ വർഷം എത്രയാണ്, അല്ലെങ്കിൽ ഇത് മെഷീൻ വെച്ച് ചെയ്യുമ്പോൾ എത്ര വരും, അല്ലെങ്കിൽ എത്ര വരും. ഇതൊക്കെ കണ്ടുപിടിച്ച് റീസൺസ് കണ്ടുപിടിച്ചിട്ട് കോസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് കണ്ടുപിടിക്കും. ഇനി ഇതൊക്കെ ഈ മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാനേജ്മെന്റ് പ്രസന്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ചിലപ്പം കോസ്റ്റ് ഓഡിറ്റ് വന്നേക്കാം. മാൻഡേറ്ററി കോസ്റ്റ് ഓഡിറ്റ് കേട്ടോ, അല്ലാത്ത കോസ്റ്റ് ഓഡിറ്റ് വോളണ്ടറി ആർക്ക് വേണമെങ്കിലും പുറത്തുള്ള ആൾക്കാർ വെച്ച് ചെയ്യാവുന്നതാണ്. ബിക്കോസ് ഇറ്റ് ഗീവ്സ് ഇൻഫർമേഷൻ. ക്ലിയർ ആയോ? ഓക്കെ. നൗ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റംസ്. കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റംസ് ഉണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റംസ്. നോക്കാം. പല ടൈപ്പ് ഉണ്ട്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, ഡയറക്ട് കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, യൂണിഫോം കോസ്റ്റിംഗ്. പക്ഷെ ഞാനിതിപ്പോ നിങ്ങളോട് പറഞ്ഞാലേ നിങ്ങൾ ഇന്നത്തോടുകൂടി ക്ലാസ് നിർത്തിക്കും. കാരണം എന്താ പറയുക, ഇത് ഭയങ്കര കുറച്ച് കോംപ്ലിക്കേറ്റഡ് അല്ല. നിങ്ങൾ പഠിച്ചു വരുന്തോറും നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. സോ ഇപ്പോ നിങ്ങൾ ഇതിനെ കുറിച്ച് കൂടുതൽ ആലോചിക്കേണ്ട. നമുക്ക് എല്ലാ ചാപ്റ്ററും കഴിഞ്ഞിട്ട് വിൽ കം ബാക്ക് ടു ഇറ്റ്. അപ്പൊ നിങ്ങൾ പറയാം ഇത് ഇത്രയേ ഉള്ളൂ എന്ന് പറയും. സോ ബെസ്റ്റ് ഓപ്ഷൻ അതാണ്. സോ കീപ് ഇറ്റ് സിമ്പിൾ. നമുക്ക് ഇപ്പം തൽക്കാലം അതിലേക്ക് പോകണ്ട, നമുക്ക് ബാക്കിയുള്ള തിയറിയിലേക്ക് പോകാം. സോ വാട്ട് ഈസ് എസെൻഷ്യൽസ് ഓഫ് എ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം? അപ്പൊ പല ടൈപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഉണ്ട്. ലെറ്റ് ഇറ്റ് ബി ദർ. എന്താണ് ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം? ഏത് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ആയാലും അതിന് വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ഇപ്പൊ നമ്മള് ചില കാര്യങ്ങൾ പറയില്ലേ, നല്ല മന്തിക്ക് എന്ത് വേണം? നല്ല മൈനീസ് വേണം ഇല്ലേ? അതുപോലെ ഒരു നല്ല കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിന് വേണ്ട നല്ല എസെൻഷ്യൽസ് എന്തൊക്കെയാണ്?
നോക്കാം. കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഷുഡ് ബി ടൈലർ മെയ്ഡ്, പ്രാക്ടിക്കൽ, സിമ്പിൾ ആൻഡ് capable ഓഫ് മീറ്റിംഗ് റിക്വയർമെന്റ്സ് ഓഫ് ബിസിനസ് കൺസേൺ. അത്രേ ഉള്ളൂ. സോ ഓരോ ഓർഗനൈസേഷന്റെ നാച്ചറിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഡിസൈൻ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ. ഇനി അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അയ്യോ അത് നടത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, 100 പേരെ എംപ്ലോയ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കൂല. സോ ഇറ്റ് ഷുഡ് ബി പ്രാക്ടിക്കൽ ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം, ഒരു ഓർഗനൈസേഷന്റെ ഇൻഫർമേഷൻ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അതുപോലെ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം വഴി പുറത്തേക്ക് വരുന്ന ഡാറ്റ, അതിൽ നമ്മൾ എടുക്കുന്ന ഡാറ്റ അക്യുറേറ്റ് ആയിരിക്കണം, കറക്റ്റ് ആയിരിക്കണം. തെറ്റായ ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഔട്ട്പുട്ടിനെ, നമ്മുടെ ഇൻഫർമേഷൻ, നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഇൻഫർമേഷനെ തെറ്റിച്ച് കളയും അല്ലെ. നെസസറി കോപ്പറേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ ഓഫ് എക്സിക്യൂട്ടീവ്സ് ഫ്രം വാരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ കൺസേൺ ഈസ് എസെൻഷ്യൽ ഫോർ ഡെവലപ്പിംഗ് ഗുഡ് സിസ്റ്റം ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. അല്ലെ, നമുക്ക് ഈ കോസ്റ്റ് ഇൻഫർമേഷൻ എവിടെ നിന്ന് വരിക? പല പല ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരിക. ഒരു റോ മെറ്റീരിയൽ ഉണ്ടാക്കാനുള്ള വില പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എടുത്ത് ചോദിക്കണം, എന്താ വില വരുന്നത് ആണോ, അല്ലെങ്കിൽ സെല്ല് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന കമ്മീഷൻ, അതിന് എത്ര ചെലവ് വരും, അത് നമ്മൾ ആരോട് ചോദിക്കണം? സെല്ലിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് ചോദിക്കണം. സോ ഓരോ ഇൻഫർമേഷനിൽ നിന്നും നെസസറി കോപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ അതാണ് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ. കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിന് വേണ്ട പ്രധാന ഘടകങ്ങളിൽ ഒന്ന് അതാണ്. കോസ്റ്റ് ഓഫ് ഇൻസ്റ്റാളിംഗ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഷുഡ് നോട്ട് ബി ടു ഹൈ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ വേറൊരു വേർഷൻ, സിമ്പിൾ ആയിരിക്കണം എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ നമ്മളൊരു കമ്പനി, അച്ചാർ കമ്പനിയാണെന്ന് വിചാരിച്ചോ. ഈ അച്ചാർ കമ്പനി ഉണ്ടാക്കുന്നത് അതിന്റെ കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 4 ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ മേടിച്ച് നിർത്തി ഹയർ ചെയ്തു. ഇവർക്കെല്ലാം ഒരു 1 ലക്ഷം രൂപ വെച്ച് ശമ്പളം മാസം കൊടുക്കണം, 4 ലക്ഷം രൂപ ഈ ഇൻഫർമേഷൻ എടുക്കാൻ. കമ്പനിയുടെ മൊത്തം ടേൺഓവർ 10 ലക്ഷം രൂപ. വല്ല കാര്യമുണ്ടോ അതിന്? ഇല്ല അല്ലെ. സോ ഈ കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാനും അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ചെലവൊന്നും അതിന്റെ ബെനിഫിറ്റ് വിട്ട് കൂടാൻ പാടില്ല. അതിന് കിട്ടുന്ന ഇൻഫർമേഷൻ കൊണ്ട് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കാനാണ് അല്ലെ. അപ്പം കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ചെയ്യണം, ഏത് ടൈപ്പ് ഓഫ് ഇത് വേണം എന്നുള്ളത്. സോ ഇറ്റ് ഷുഡ് നോട്ട് ബി ടു ഹൈ. അതാണ് അതിന്റെ എസെൻഷ്യൽ റിക്വയർമെന്റ്. കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഡിസൈൻ ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനുള്ള ചെലവ് കൂടുതലാവാനായിട്ട് പാടില്ല. The cost system of costing should not sacrifice the utility by introducing meticulous and unnecessary details. അതായത് ഇതിന്റെ ഉപയോഗം, നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഉപയോഗം എന്താ? ഇൻഫർമേഷൻ എടുക്കുക എന്നുള്ളതാ. ഇത് ഇൻഫർമേഷൻ മാനേജ്മെന്റിന് കോർ ഇൻഫർമേഷൻ മതി അല്ലേ. നമ്മളിപ്പോ റിലയൻസിന് വേണ്ടി വർക്ക് ചെയ്യാൻ വിചാരിച്ചു, എന്നിട്ട് നമ്മൾ മറ്റേ മുകേഷ് അംബാനിയുടെ അടുത്ത് പോയിട്ട് പറയാണ്, സാർ ഞങ്ങൾ ജിയോന്റെ മൊത്തത്തിലുള്ള കോസ്റ്റ് കണ്ടുപിടിച്ചു, അതായത് ഇന്ന ഏരിയയിൽ നമുക്ക് ഇത് മറ്റേ അല്ല എന്താണ് എന്തായാലും വിളിക്കുക, ആ സിഗ്നൽ തരുന്ന സാധനമില്ല അതന്നെ, ടവർ, യെസ് ടവർ. അപ്പൊ ഈ ടവർ വെക്കാനായിട്ട് ഞങ്ങള് ഇവിടെ വെച്ചപ്പോ 500 രൂപ റെന്റ് മാസം പറഞ്ഞു, അങ്ങനെ നമുക്ക് 6000 രൂപ റെന്റ് വരുന്നുള്ളൂ. 6000 രൂപ റെന്റ് അങ്ങനെ വേറെ സ്ഥലത്ത് 500 വെച്ചു. ഇത് കേട്ടിരിക്കാൻ അയാൾക്ക് സമയം ഉണ്ടാവും? ഇല്ല സർ. സോ ഈ സിസ്റ്റത്തിൽ നിന്നും കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്നൊരു ഒരു ഔട്ട്പുട്ട് ഇൻഫർമേഷൻ കിട്ടുമല്ലേ. ഇറ്റ് ഷുഡ് നോട്ട് ബി കോംപ്ലക്സ്. അനാവശ്യമായ ഡീറ്റെയിൽസ് ഒന്നും അതിന്റെ ആവശ്യമില്ല. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എന്താണോ മാനേജ്മെന്റ് അറിയേണ്ടത് അത് മാത്രമേ വരാനായിട്ട് പാടുള്ളൂ. നെക്സ്റ്റ്, ദ കെയർഫുള്ളി ഫേസ്ഡ് പ്രോഗ്രാം ഷുഡ് ബി പ്രിപ്പയർഡ് യൂസിംഗ് നെറ്റ്വർക്ക് അനാലിസിസ് ഫോർ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ സിസ്റ്റം. ഒരു സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് വേണം നമ്മൾ അത് എന്ത് ചെയ്യാനായിട്ട്, ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്. സോ വി ഷുഡ് അനലൈസ് ദ എൻറ്റയർ ഓർഗനൈസേഷന്റെ മൊത്തം നെറ്റ്വർക്ക്സ് അനലൈസ് ചെയ്തിട്ട് ഫേസ്ഡ് പ്രോഗ്രാം, ഫേസ് ബൈ ഫേസ് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. ആൻഡ് മാനേജ്മെന്റ്, ഈ ഇംപ്ലിമെന്റ് ചെയ്ത സിസ്റ്റത്തിൽ മാനേജ്മെന്റിന് ഫെയ്ത്ത് ഉണ്ടാവണം, വിശ്വാസം ഉണ്ടാവണം. ക്ലിയർ ആയോ? ആൻഡ് ഷുഡ് ഓൾസോ പ്രൊവൈഡ് ഹെൽപ്പിംഗ് ഹാൻഡ് ഫോർ ഇറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് സക്സസ്. സോ മാനേജ്മെന്റിന്റെ വിശ്വാസം ആർജിച്ചെടുക്കാനായിട്ട് കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന് പറ്റണം. ആൻഡ് ഇറ്റ് ഷുഡ് കോൺട്രിബ്യൂട്ട് ടു, നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലെ, വെൻ യു ആർ പാർട്ട് ഓഫ് എൻ ഓർഗനൈസേഷൻ യു ഷുഡ് കോൺട്രിബ്യൂട്ട് ഫോർ ദ ഗ്രോത്ത് ഓഫ് ദ കമ്പനി. ഇൻ എ സിമിലർ മാനർ ദ കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഷുഡ് ഓൾസോ കോൺട്രിബ്യൂട്ട് ടു ദ ഗ്രോത്ത് ഓഫ് ദ കമ്പനി. ഇത്രയും ഗുണങ്ങളുള്ള ആളാണ് എന്ത്, ഇത്രയും ഗുണങ്ങളാണ് എസെൻഷ്യലി നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ പെണ്ണാകുമ്പോൾ പെണ്ണുങ്ങളുടെ പെൺകുട്ടികളോട് നമ്മൾ ചോദിക്കുമല്ലോ, റിയലി സോറി, പെൺകുട്ടികളോട് നമ്മൾ ചോദിക്കുമല്ലോ എന്താണ് സങ്കല്പം. അപ്പൊ അവര് കുറെ ക്വാളിറ്റീസ് പറയും, എന്റെ ഭർത്താവിന് ഇന്ന ക്വാളിറ്റീസ് വേണമെന്ന് പറയും. ആണോ? പണ്ടത്തെ ആൾക്കാരുടെ ഭർത്താവൊന്നുമില്ല. പണ്ടത്തെ ആൾക്കാർ പറയും ഇന്ന ക്വാളിറ്റീസ് ആണ്. അതുപോലെ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് വേണ്ട ക്വാളിറ്റീസ് ആണ് ഇതൊക്കെ. ഇത്രയും ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ. ക്ലിയർ ആയോ? സോ അതാണ് എസെൻഷ്യൽ റിക്വയർമെന്റ്സ് ഓഫ് എ കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം. നെക്സ്റ്റ് വിൽ മൂവ് ഓൺ ടു ഇൻസ്റ്റാളേഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം. ഇൻസ്റ്റാളേഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം. ഇതിൽ എന്താ നമ്മൾ ഡിസ്കസ് ചെയ്യണമെന്ന് അറിയോ?
ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം, നിങ്ങളൊരു ഓർഗനൈസേഷനിൽ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് നിങ്ങൾ നോക്കണം, എന്തൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം അവിടെ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? മൊത്തത്തിൽ ഇൻഫർമേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഇൻഫർമേഷൻ പുറത്തെടുത്ത് അനലൈസ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ്. അതിൽ ആൾക്കാരുണ്ടാവാം, സിസ്റ്റംസ് ഉണ്ടാവാം, സോഫ്റ്റ്വെയർസ് ഉണ്ടാവാം, മേ ബി. സോ ഈ എന്തൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം? ഒന്ന്, ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കൺസിഡർ ചെയ്യണം? സൈസ് ഓഫ് ദ ഫോം. ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഒരു അച്ചാർ കമ്പനിയാണ്. ഈ അച്ചാർ കമ്പനിക്ക് 10 ലക്ഷം വിറ്റുവരവുള്ള, ഈ 10 ലക്ഷം വിറ്റുവരവുള്ള കമ്പനിയിൽ 4 CMAക്കാരെ വെച്ചാൽ ഹൗ ഡു യു ഫീൽ? ഇസ് ഇറ്റ് കറക്റ്റ്? ശരിയാണോ? അത് നടക്കും? അതുകൊണ്ട് ഇല്ല. സോ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ ആ ഫേമിന്റെ സൈസ് നോക്കണം. ലെറ്റ്സ് സേ ജിയോ പോലൊരു കമ്പനി, അവര് ഈ മൊത്തം കോസ്റ്റിംഗ് ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യാനായിട്ട് ഒരൊറ്റ ഒരാളെ നിർത്തിയോ, ഒരു CA കാരനെയോ അല്ലെങ്കിൽ CMAക്കാരനെയോ നിർത്തി. ഇസ് ഇറ്റ് എനഫ്? മതിയോ? പോരാ. അല്ലെങ്കിൽ അവര് ടാലി മാത്രമാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സാപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൽ കോസ്റ്റ് അക്കൗണ്ടിങ് ഇന്റഗ്രേറ്റഡ് അല്ല. അത് ശരിയാവും? ഇല്ല. സോ ഇറ്റ് ഷുഡ് ബി എ കസ്റ്റമൈസ്ഡ് സിസ്റ്റം. ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദ സൈസ് ഓഫ് ദ ഫോം. സോ സൈസ് ഓഫ് ദ ഫോം ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ഇൻ ഡിസൈനിങ് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം. As the size of the firm and business grows, volume and complexity of cost data also grows. In such situation, cost accounting system should be capable of supplying such information. So, വലിയ ഫേം ആണെങ്കിൽ അതിനനുസരിച്ചുള്ള കോംപ്ലക്സ് ഡാറ്റകൾ ഉണ്ടാവും. അത് റിട്രീവ് ചെയ്യാനായിട്ട് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിന് പറ്റണം. കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ അല്ല കേട്ടോ. ഇറ്റ്സ് എ ഗ്രൂപ്പ്, ഇറ്റ്സ് പാർട്ട് ഓഫ് എല്ലാം കൂടിയിട്ടുള്ളതാണ്. ഓക്കെ. സോ ആ കപ്പാസിറ്റി കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിന് വേണം. രണ്ട്, നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ മാനുഫാക്ചറിങ് പ്രോസസ്സ് നോക്കണം. ഒരു സ്ഥാപനത്തിൽ എന്ത് ടൈപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം വേണമെന്ന് തീരുമാനിക്കുമ്പോൾ ആ സ്ഥാപനത്തിൽ എന്താണ് മാനുഫാക്ചർ ചെയ്യുന്നത്, അവരുടെ മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കണം. ഓരോ ഇൻഡസ്ട്രിയിലും ഓരോ ടൈപ്പ് ഓഫ് മാനുഫാക്ചറിങ് പ്രോസസ്സ് ആയിരിക്കും അല്ലെ. ചിലയിൽ ബാച്ച് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും, ചിലയിൽ കണ്ടിന്യൂസ് ആയിരിക്കും. ഇപ്പോ പുറത്തൊക്കെ നമ്മൾ ഓയിൽ സപ്ലൈ നടത്തുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ത്രൂ പൈപ്പ് ലൈൻ ഇങ്ങനെ സപ്ലൈ വന്നുകൊണ്ടിരിക്കും, ഗ്യാസ് സപ്ലൈ ഒക്കെ വരുന്നത്. ഇവിടെ നമ്മൾ നാട്ടില് കേരളത്തിലൊക്കെ എന്താ ചെയ്യുക? ഗ്യാസ് കുറ്റി വരും അല്ലെ. സോ ഡിഫറെന്റ്. കറക്റ്റ്. സോ ഓരോന്നിന്റെ ബാച്ച് പ്രൊഡക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് സപ്ലൈ ആയിരിക്കാം. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യണം? ഡിസൈൻ ചെയ്യണം. ഇനി നമ്മൾ ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാ കോസ്റ്റും ഈ ഒരു കമ്പനി ഈ പേന മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന എല്ലാ കോസ്റ്റും ഈ പേന ഉണ്ടാക്കാനുള്ളതാണ്. സിമ്പിൾ ആയിട്ട് അറിയാൻ പറ്റും. പക്ഷെ ഒരു കമ്പനി കുറേ സാധനങ്ങൾ ഉണ്ടാക്കേണ്ടത്, കുറേ സാധനങ്ങൾ ഉണ്ടാക്കേണ്ടെന്ന് വിചാരിച്ചോ. ഇപ്പോ പൗഡർ, പൗഡർ മോത്തിർന്ന പൗഡർ അല്ലേ? ഓക്കെ. ആ പൗഡർ, അതുപോലെ തന്നെ മുഖം വെളുപ്പിക്കാനുള്ള ക്രീം, മോയ്സ്ചറൈസർ, സ്കിൻ കെയർ, അതർ സ്കിൻ കെയർ ഐറ്റംസ്, ഇതൊക്കെ ഉണ്ടാക്കേണ്ട ഒരു കമ്പനി. സോ അപ്പൊ ഓരോ പ്രൊഡക്റ്റിലേക്ക് എത്ര ചെലവ് വരുന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണമല്ലോ, വേണ്ടേ? സോ അതും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. ഒരു കമ്പനി എന്തൊക്കെ പ്രൊഡക്ട്സ് ഉണ്ടാക്കേണ്ടത്, എത്ര ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ടാക്കേണ്ടത്, അതിനനുസരിച്ച് വേണം കോസ്റ്റ് അക്കൗണ്ടിങ് ഓരോ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റിന്റെയും കോസ്റ്റ് തിരിച്ച് നമുക്ക് അറിയാൻ പറ്റുന്ന രീതിയിൽ വേണം കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ. ആ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ നിന്ന് ഇതേപോലുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടണം. ആൻഡ് മാനേജ്മെന്റ് കൺട്രോൾ നീഡ്സ്. മാനേജ്മെന്റ് ആവശ്യം അറിയണം. മാനേജ്മെന്റ് എന്ത് ഇൻഫർമേഷൻ ആണ് വേണ്ടത്, ആ ഇൻഫർമേഷൻ കൊടുക്കാൻ നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിന് പറ്റണം. ക്ലിയർ ആയോ? ആൻഡ് റോ മെറ്റീരിയൽസ്. കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ഒന്നാണ് റോ മെറ്റീരിയൽസ്. ഇവർ എന്ത് ടൈപ്പ് ഓഫ് റോ മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത്, അതിന് എത്രത്തോളം വേസ്റ്റേജ് വരും, ഈ വേസ്റ്റേജ് എങ്ങനെ മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ ഹൈ ഡിഗ്രി ഓഫ് സ്പോയിലേജ് ഉണ്ട്, കേടായി പോകുന്നുണ്ട് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത്. സോ ഇങ്ങനെ മീൻസ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ഇരുന്ന് കേടായി പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അതിന്റെ റെക്കോർഡ്സ് എങ്ങനെ കീപ്പ് ചെയ്യണം? അപ്പൊ ഒരു സ്ഥാപനത്തിൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഏറ്റവും മസ്റ്റ് വേണ്ട സാധനം റോ മെറ്റീരിയൽ ആണല്ലേ. റോ മെറ്റീരിയൽ ഉണ്ടെങ്കിലേ പിന്നെ ലേബർ വന്നത് പ്രോസസ് ചെയ്യുന്നുള്ളൂ, ആണോ? അപ്പൊ റോ മെറ്റീരിയലിന്റെ നാച്ചുറും കൂടെ അറിഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഇത് ഡിസൈൻ ചെയ്യാൻ. അതുപോലെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഒരു കമ്പനിയുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണ്, അവിടെ എത്ര ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, ഇവരൊക്കെ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, അവർ ടോപ്പ് ഹെഡിലേക്ക് ആരാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള ഡിസൈനും കൂടെ അറിയണം. സോ അവരെ ഓരോ ടൈപ്പ് ഓഫ് ഓരോ ടൈപ്പ് ഓഫ് സ്ട്രക്ചർ, ഓരോ ലെവലിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഇൻഫർമേഷൻ കൊടുക്കണം. അതിന്റെ എക്സ്റ്റേണൽ ഇൻഫർമേഷൻ, ഫോർ എക്സാമ്പിൾ ഇപ്പോ ഞാൻ പറഞ്ഞു കമ്പനീസ് ആക്ട് പ്രകാരം കോസ്റ്റ് ഓഡിറ്റ് മാൻഡേറ്ററി ആണ്. സോ കമ്പനീസ് ആക്ടിൽ എന്തൊക്കെ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ അതൊരു നിയമപ്രകാരം വരുന്നതാണ് അല്ലെ. ഇറ്റ്സ് എൻ എക്സ്റ്റേണൽ ഫാക്ടർ. ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം, കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഇന്ന റെക്കോർഡ് കമ്പനികൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ ആ റെക്കോർഡ്സ് ഒക്കെ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ അത്രയും റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്. ക്ലിയർ ആയോ? മനസ്സിലായോ? സോ ഇതൊക്കെയാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട, ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാ? സൈസ് ഓഫ് ദ ഫേം, എന്താണ് ഫേമിന്റെ സൈസ്. രണ്ടെന്താ? മാനുഫാക്ചറിങ് പ്രോസസ്, എങ്ങനെയാണ് ഇവർ മാനുഫാക്ചർ ചെയ്യുന്നത്, എത്ര പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, മാനേജ്മെന്റ് എന്ത് ഇൻഫർമേഷൻ വേണ്ടേ, റോ മെറ്റീരിയൽ എങ്ങനത്തെയാണ്, അതിന് എന്തോരം വേസ്റ്റേജ് ഉണ്ട്, എന്തോരം സ്പോയിലേജ് ഉണ്ട്, ഓർഗനൈസേഷന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്, ഓരോ ലെവലിൽ എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് നമ്മൾ കൊടുക്കേണ്ടി വരിക. ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, ഗവൺമെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ നമുക്ക് അറിയേണ്ടി വരും. ക്ലിയർ ആയോ? നെക്സ്റ്റ്, ലിമിറ്റേഷൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം. അടുത്ത എന്താ? ലിമിറ്റേഷൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം. എന്തൊക്കെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം? അപ്പൊ കുറെ കാര്യങ്ങൾ ചെയ്യുന്ന പഠിച്ചു. എന്ത് ചെയ്യാൻ പറ്റില്ല കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിന്? എന്താണ് ചെയ്യാൻ പറ്റാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വാട്ട് ആർ ദ ലിമിറ്റേഷൻസ്? യെസ്, ഫസ്റ്റ് വൺ, യു തിങ്ക് ഇൻസ്റ്റാളിംഗ് എ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഈസ് സിമ്പിൾ, ചീപ്പാണോ? അല്ല. നിങ്ങളെ പോലെയുള്ള സി എം എക്കാരൊക്കെ ഹയർ ചെയ്ത് അവിടെ വെച്ച് മാസം ശമ്പളങ്ങൾ, ലക്ഷങ്ങൾ ശമ്പളം തന്നിട്ട് വേണം അവിടെ ഇരുത്താൻ. ആണോ? ഇസ് ഇറ്റ് ഇസ് ഇറ്റ് ചീപ്പ്? അല്ല. ഇനി നിങ്ങൾ മാത്രം മതിയോ? സി എം എക്കാരോ അല്ലെങ്കിൽ സി എക്കാരോ മാത്രം മതിയോ? പോരാ. ഈ കോസ്റ്റ് കളക്ട് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ വേണം. നോർമൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യണതിന്റെ ഒപ്പം തന്നെ കോസ്റ്റിങ്ങിന് വേണ്ട ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യണം. അത് അനലൈസ് ചെയ്യാനായിട്ട് ഒരു ടീം വേണം. ഡു യു തിങ്ക് പ്രൊഫഷണൽസ് ആണ് ലോ ലെവൽ ഡാറ്റ അനലൈസ് ചെയ്യുന്നത്? അല്ല. അതിന് വേറെ ആൾക്കാരുണ്ടാവും അല്ലേ? അത് വെരിഫൈ ചെയ്യണം, അത് സൈൻ ഓഫ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ അടുത്തേക്ക് വരാൻ. നമ്മൾ അതിന് അനലൈസ് ചെയ്യണം, അതിന് വേറെ ടൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ വേണ്ടി വരും. സോ ഇറ്റ്സ് നോട്ട് ചീപ്പ് അല്ലേ? നല്ല ചെലവുള്ള കാര്യമാണ്. സോ ഇൻസ്റ്റാളിംഗ് ഈസ് വെരി എക്സ്പെൻസീവ്. It is argued that installation of cost accounting system enhances cost of production. Cost of production കൂട്ടും. Results shown by financial accounts almost always different from those shown by cost accountants. അതായത് രണ്ട് അക്കൗണ്ടിങ് ഉണ്ട്, നമ്മൾ പഠിക്കും, ഇന്ന് തന്നെ പഠിക്കും. രണ്ട് അക്കൗണ്ടിങ് ഉണ്ട്. എന്തൊക്കെയാണ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട്, ദർ ഇസ് സംതിങ് എൽസ് കോൾഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ് നിങ്ങളുടെ സബ്ജക്റ്റ് ആണ് അല്ലെ, നമ്മുടെ ഒരു ഗ്രൂപ്പിൽ ഒരു സബ്ജക്റ്റ് ആണ്. സോ ഞാൻ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. സോ നിങ്ങൾക്കിപ്പോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിന്ന് വരുന്ന ഇൻഫർമേഷനും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിന്ന് വരുന്ന ഇൻഫർമേഷൻ ഡിഫറെന്റ് ആയിരുന്നു. ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് സേ ഒരു കമ്പനി അവരുടെ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കി. എന്താ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്? ലാഭം കാണാം. ഈ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ലാഭവും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നിങ്ങൾ പഠിച്ചിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതിലെ ലാഭവും വ്യത്യസ്തമായിരിക്കും. എന്തുകൊണ്ടാണെന്ന് അറിയും? ഞാൻ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരാൾ ഒരു കമ്പനി നടത്താണ്, അയാളെ സ്വന്തം ഓണർഷിപ്പിൽ, അയാളെ സ്വന്തം പ്രോപ്പർട്ടിയിലാണ് അയാൾ ബിസിനസ് റൺ ചെയ്യുന്നത്. അപ്പൊ അയാൾ വാടക കൊടുക്കുമോ? ഇല്ല. അപ്പൊ നമ്മളെ നോർമൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഒരിക്കലും വാടക വരില്ല. ബിക്കോസ് സ്വന്തം സ്ഥാപനത്തിന് വാടക കൊടുക്കണില്ലല്ലോ. എന്റെ പ്രോപ്പർട്ടിയിൽ ഞാൻ ബിസിനസ് നടത്തണം, ഞാൻ അതിന് വാടക കൊടുക്കണം, ഇതിന് ചെലവ് വരില്ല. പക്ഷെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ആ വാടക വരും. ക്ലിയർ ആയോ? സോ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, നമ്മൾ ആ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ പ്രോഫിറ്റ് ആവില്ല എന്ത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ പ്രോഫിറ്റ്. സോ അതാണ് അതിന്റെ രണ്ടാമത്തെ ലിമിറ്റേഷൻ. നമ്മളോട് ലിമിറ്റേഷൻസ് ആണ് പറയുന്നത് കേട്ടോ, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നേ. അപ്പൊ ചെലവ് കൂടുതലാണ്. പിന്നെ ഇത് ബാക്കി അക്കൗണ്ടിങ് ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സെയിം റിസൾട്ട് തന്നെ ആവുന്നില്ല. സോ അതിന് നമ്മൾ റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യണം, രണ്ടും മാച്ച് ചെയ്തെടുക്കണേ. അത് നമുക്ക് പഠിക്കാനുണ്ട്, നമുക്ക് എക്സാമിൽ ചോദിക്കുന്ന ക്വസ്റ്റനും ആണ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കും കേട്ടോ. ഡിഫറിംഗ് വ്യൂസ് ആർ പുട്ട് ഫോർവേഡ് ബൈ കോസ്റ്റ് അക്കൗണ്ടൻസ് അബൌട്ട് ഐറ്റംസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ കോസ്റ്റ് അക്കൗണ്ടിങ്. പല ആൾക്കാരും ഇപ്പൊ രണ്ട് സി എം എക്കാരുണ്ട്. ഒരാൾ പറയാണ് ആ പേന ഉണ്ടാക്കാൻ വേണ്ട റോ മെറ്റീരിയൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന വഴി ലോറിയുടെ ടയർ കൂട്ടി പഞ്ചറായി, ഇപ്പൊ പഞ്ചർ അടയ്ക്കാൻ കോസ്റ്റ് ഉണ്ട്. അപ്പൊ ഒരാൾ പറയാണ് ആ പഞ്ചർ അടയ്ക്കാനുള്ള കോസ്റ്റ് പേനയുടെ കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യണം. വേറെ അല്ലല്ലോ, അത് അബ്നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമില്ല, അത് ഇൻക്ലൂഡ് ചെയ്യരുതെന്ന് വേറൊരാൾ പറയാം. ഡിഫറെന്റ് വ്യൂസ് ഉണ്ടാവും. ഇതിൽ ഏതാണ് ശരിയായ വ്യൂ എന്നുള്ളത് നിങ്ങൾക്ക് ഈ ക്ലാസ് കഴിയുമ്പോൾ മനസ്സിലാവും. ഓക്കെ. സോ ഡിഫറെന്റ് വ്യൂസ് പല കോസ്റ്റ് അക്കൗണ്ടൻസ് പറയാം. അങ്ങനെയുള്ള അപ്പൊ പലർക്കും പല ഒപ്പീനിയൻ വരാം, അതിന്റെ പ്രശ്നങ്ങളുണ്ട്. സോ അതാണ് മൂന്നാമത്തെ ലിമിറ്റേഷൻ. ദർ ഇസ് എ ലാക്ക് ഓഫ് എക്സാക്ട്നെസ് ഇൻ ദ കാൽക്കുലേറ്റഡ് cost of in convention, calculated cost as conventions, estimations and flexible factors are considered before they are calculated. Some of the aspects due to which calculated cost cannot said to be exact are as follows. അതായത് എക്സാക്ട് കോസ്റ്റ് ആണ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല പലതും. ഇപ്പോ നമ്മൾ നമ്മുടെ കോസ്റ്റിനെ എലമെന്റ്സ്, മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്സ് എന്നൊക്കെ പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്.
ഇപ്പോ ലെറ്റ്സ് സേ നമ്മൾ ഒരു പ്രൊഡക്റ്റ് പാക്ക് ചെയ്യാൻ മെറ്റീരിയൽ മേടിച്ചു. അല്ലെങ്കിൽ റോ മെറ്റീരിയൽ മേടിച്ചപ്പോൾ നമുക്കൊരു ബോക്സ് കിട്ടി. ആ ബോക്സ് നമ്മൾ മോഡിഫൈ ചെയ്തിട്ടാണ് നമ്മൾ വിൽക്കുമ്പോൾ കൊടുക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ എന്താ ആ കോസ്റ്റ് നമ്മൾ എന്തായാലും എടുക്കും. അങ്ങനെയുള്ള കുറെ കൺഫ്യൂഷൻസ് വരാം. ക്ലിയർ ആയ? സോ കാൽക്കുലേറ്റഡ് കോസ്റ്റ് കനോട്ട് സെറ്റ് ടു എക്സാക്ട് എല്ലാ കോസ്റ്റ് എക്സാക്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന്റെ കാരണം എന്താ? കോസ്റ്റിനെ നമ്മൾ പല എലമെന്റ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. മെറ്റീരിയൽസ് ഇഷ്യൂ പ്രൈസിങ് ബേസ്ഡ് ഓൺ ആവറേജ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. നമ്മൾ അത് മെറ്റീരിയൽ എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കും. അപ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. ഞാൻ ഇപ്പൊ പറഞ്ഞ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഞാൻ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഇതൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ. അപ്പോർഷൻമെന്റ് ഓഫ് ഓവർ ഹെഡ്സ് ഇത് നമ്മൾ പഠിക്കാനുള്ളത്. അലൊക്കേഷൻ ഓഫ് ജോയിന്റ് കോസ്റ്റ്, സെഗ്രിഗേഷൻ ഓഫ് സെമി ഇതൊന്നും നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവില്ല കേട്ടോ. ടു ബി ക്ലിയർഡ് ലേറ്റർ. ടു ബി കം ബാക്ക്. തിരിച്ചു വരണേ. എപ്പൊ തിരിച്ചു വരണം? ചാപ്റ്റർ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ. അതായത് കോസ്റ്റിംഗിൽ കുറെ കാര്യങ്ങൾ നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഒരൊറ്റ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ആ ഇപ്പോ ഞാൻ റോ മെറ്റീരിയൽ മേടിച്ചു. ഈ പേന ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽ മേടിച്ചു. അല്ലെങ്കിൽ വേണ്ട, ഞാനൊരു ഐസ്ക്രീം മേടിച്ചു. നിങ്ങൾക്ക് എളുപ്പമുള്ള രീതിയിൽ പറഞ്ഞുതരാം. ഞാനൊരു 5 ഐസ്ക്രീം മേടിച്ച് വീട്ടിൽ വെച്ചു. അപ്പൊ ഐസ്ക്രീം മേടിച്ച് വീട്ടിൽ വെച്ച് കഴിഞ്ഞപ്പോ എന്റെ 2-3 കസിൻസ് വന്നു. കസിൻസ് വന്നു കഴിഞ്ഞിട്ട് അവർ 2 ഐസ്ക്രീം എടുത്ത് കഴിച്ചു. ഞാൻ പിന്നെയും 2 ഐസ്ക്രീം മേടിക്കാൻ കടയിൽ പോയിട്ട് അപ്പൊ ചെന്നപ്പോ വില കൂടി. അപ്പൊ എന്റെ കയ്യിൽ അപ്പൊ 5 രൂപ കൂടിയെന്ന് ചോദിച്ചു. അപ്പൊ മുമ്പ് ഇതേ ഐസ്ക്രീം ഞാൻ 10 രൂപയ്ക്ക് മേടിച്ച 3 എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഞാൻ പോയി 15 രൂപയ്ക്ക് 2 കൂടെ മേടിച്ചു. പിന്നെ 5 സ്റ്റോക്ക് വെച്ചു. കറക്റ്റ്. പിന്നെയും ഈ കസിൻസ് വന്ന് 2 ഐസ്ക്രീം എടുത്തു തന്നു. എന്റെ ചോദ്യം ഇതാണ്, അവര് എടുത്തു തന്ന ഐസ്ക്രീമിന്റെ വില എത്രയാ? 15 ആണോ 10 ആണോ? എന്റെ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നത് 10 സെയിം ഐസ്ക്രീം ആണ്. പക്ഷെ ആദ്യത്തെ ഞാൻ 3 10 രൂപയ്ക്ക് മേടിച്ചതും പിന്നത്തെ 2 15 മേടിച്ചത്. ഇപ്പൊ അവര് വന്നിട്ട് ആദ്യം 2 എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ 15 ഐസ്ക്രീം ആണോ കഴിച്ചത് 10 ഐസ്ക്രീം ആണോ കഴിച്ചത്? നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അറിയാൻ പറ്റില്ല അല്ലെ? അപ്പൊ നമ്മളൊരു ഫോർമുലയൊക്കെ ഫോളോ ചെയ്യും. അതാണ് ഈ മെറ്റീരിയൽ ഇഷ്യൂ പ്രൈസിങ്. മനസ്സിലായില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, മനസ്സിലായെങ്കിൽ നന്നായി. ഓക്കെ. സോ സോ അങ്ങനെ കുറെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ദർ ഇസ് എ ലാക്ക് ഓഫ് എക്സാക്ട്നെസ്. എക്സാക്ട്ലി ഇതാണ് എക്സ്പെൻസ് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ക്ലിയർ ആയോ? മനസ്സിലായോ? ലെറ്റ്സ് മൂവ്. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ അക്കൗണ്ടിങ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് ഉണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നിങ്ങൾ പഠിക്കുന്നതാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് നിങ്ങൾ പഠിക്കുന്നതാണ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് അതും നിങ്ങൾ പഠിക്കുന്നതാണ്. സോ അറ്റ്ലീസ്റ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മുമ്പേ പഠിച്ചിട്ടുണ്ടോ? +2 ബികോമിനൊക്കെ നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവും. ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ് ഇപ്പൊ നമ്മൾ പഠിക്കുന്നു. മാനേജ്മെന്റ് അക്കൗണ്ടിങ് നിങ്ങളുടെ ഒരു സബ്ജക്ട് ആണ്. സോ ഇതിന്റെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി എന്താണ്? ഓരോന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സോ ഞാൻ നേരത്തെ ഒന്നും പറയുന്നില്ല കേട്ടോ. ഇതാണ് നമ്മുടെ കോർ ഏരിയ. ഇത് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എത്ര മാർക്കിന് ചോദിക്കും സാറേ? 4 മാർക്കിന് ചോദിക്കും. ഓക്കെ. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ പഠിക്കുക, പഠിച്ചിട്ട് പോവാം. ഇതിൽ പറഞ്ഞ എല്ലാ 4 മാർക്കിന്റെ ആണ് കേട്ടോ. ഐ ഹാവ് സീൻ ദീസ് ക്വസ്റ്റ്യൻസ്. ഫോർ എക്സാമ്പിൾ ലിമിറ്റേഷൻസ് 4 മാർക്കിന് ചോദിച്ചു ഞാൻ കണ്ടിട്ടുണ്ട് മുൻപ്. ഇത് 4 മാർക്കിന് ചോദിക്കാം. ഇൻസ്റ്റാളേഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. അതുപോലെ ഇത് പലരും പഠിച്ചു പോകാറില്ല, പക്ഷെ ഇമ്പോർട്ടന്റ് ആണ്. എസെൻഷ്യൽസ് ഓഫ് ദ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം. സോ ഇതൊന്നും ഒരു തരത്തിലും മിസ് ചെയ്യണ്ട കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിച്ചോളൂ. എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്? എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ്? നോക്കാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ദ പർപ്പസ്. എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ പർപ്പസ്? It is prepared for providing information about the results of business activities of as a whole for particular period to the users. അപ്പൊ എന്താണത്? ഒന്നുമില്ല. എന്ത് സംഭവം? നമ്മള് +2 അല്ലെങ്കിൽ ബികോമിനൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? എന്താ ട്രയൽ ബാലൻസ് എടുത്തിട്ട് ആ ട്രയൽ ബാലൻസിന് നമ്മൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഉണ്ടാക്കും. ആണോ? അപ്പോ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് റിസൾട്ട്സ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്. ഒരു വർഷം ചെയ്ത ബിസിനസിന്റെ ലാഭം, അതാണല്ലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് കിട്ടുക. ആണോ? അപ്പൊ നമ്മളത് സാധാരണ ഒരു 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 പീരീഡിലേക്ക് ചെയ്യുക. ചിലപ്പം ക്വാർട്ടർലി ആയിരിക്കാം, 3 മാസം ആയിരിക്കാം, ഹാഫ് ഇയർലി ആവാം, 1 ഇയർ ആയിരിക്കാം. അപ്പൊ ഒരു പർട്ടിക്കുലർ പീരീഡില് ബിസിനസ് റിസൾട്ട് എന്താണ്, ലാഭമാണോ നഷ്ടമാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത്. നോക്കിയേ, ഇനി വായിച്ചു നോക്കിയേ. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ പ്രൊവൈഡിങ് ഇൻഫർമേഷൻ അബൌട്ട് ദ റിസൾട്ട്സ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് ആസ് എ ഹോൾ ഫോർ എ പെർട്ടിക്കുലർ പീരീഡ് ടു യൂസേഴ്സ്. കറക്റ്റ്. ഒരു ബിസിനസ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഒരു സ്ഥാപനത്തിന്റെ ബിസിനസ് ആക്ടിവിറ്റിയുടെ റിസൾട്ട് ഫോർ എ പർട്ടിക്കുലർ പീരീഡ്, 1 ഇയർ, 3 മന്ത്സ്, 6 മന്ത്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ചെയ്യുന്നത്.
ഓക്കെ, ആർക്ക് പ്രൊവൈഡ് ചെയ്യാനാണ്? നമ്മുടെ ഡിഫറെന്റ് സ്റ്റേക്ക് യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി കോസ്റ്റ് അക്കൗണ്ടിങ് എന്തിനാ? പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു മാനേജ്മെന്റ്. മാനേജ്മെന്റ് ആണ് ഇൻഫർമേഷൻ കൊടുക്കുന്നത്. എന്തിന്? പ്ലാനിങ്, കൺട്രോൾ, ഡിസിഷൻ മേക്കിംഗ്. വെരി ഇമ്പോർട്ടന്റ്. നോക്കിയേ, മറ്റേതെന്താ? മറ്റേത് നമ്മളൊരു ഇത് പറയണെങ്കിൽ മറ്റേത് പോസ്റ്റ്മോർട്ടം ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വാട്ട് യു ഡൂയിങ് പോസ്റ്റ്മോർട്ടം. കഴിഞ്ഞു പോയത്, കഴിഞ്ഞ വർഷം ഇതായിരുന്നു ലാഭം, കഴിഞ്ഞ മാസം ഇതായിരുന്നു ലാഭം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ഓൾസോ സെയിം. എന്ത് കോസ്റ്റ് വന്നു, എന്ത് കോസ്റ്റ് ആണ് വന്നത്, പക്ഷെ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത മാസം പ്ലാൻ ചെയ്യാൻ പറ്റും, അടുത്ത മാസം കൺട്രോൾ ചെയ്യാൻ പറ്റും, കറക്റ്റ് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. സോ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? മാനേജറിന് ഇൻഫർമേഷൻ കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ട്? പ്രോപ്പർ പ്ലാനിങ്, കൺട്രോൾ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഇവിടെ എന്താ? ബിസിനസ് ആക്ടിവിറ്റിയുടെ റിസൾട്ട് അറിയാം. ക്ലിയർ ആയോ? നീഡ്. ഇനി എന്തിനാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്? ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ബേസിക്കലി ബിസിനസ് യൂസേഴ്സിന് അവരുടെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഓൾസോ അഡീഷണലി കമ്പനീസ് ആക്ട് 2013 പ്രകാരം എല്ലാ കമ്പനീസും മാൻഡേറ്ററി ആയിട്ടും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അക്രൂവൽ ബേസിസിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ക്ലിയർ ആയോ? ആൻഡ് അതുകൂടാതെ ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരവും നിർബന്ധമായിട്ടും എല്ലാ കമ്പനീസും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി കമ്പനി അല്ലാതുണ്ട്, കമ്പനി അല്ലാത്ത ആൾക്കാർ, ചില ആൾക്കാർക്ക് ലിമിറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്രത്തെ ടേൺ ഓവർ ഉള്ള ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ടും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി കോസ്റ്റ് അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻ ടു മീറ്റ് ദ റിക്വയർമെന്റ്. അപ്പൊ ബേസിക്കലി ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കമ്പനീസ് ആക്ടും ഇൻകം ടാക്സ് ആക്ട് പ്രകാരം എന്തായാലും മെയിൻറ്റെയിൻ ചെയ്തേ പറ്റൂ. അത് കൂടാതെ ബിസിനസ് യൂസേഴ്സിന് വേണ്ടിയിട്ടാണ്. കോസ്റ്റ് അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻ ടു മീറ്റ് ദ റിക്വയർമെന്റ് ഓഫ് മേജർ ആയിട്ട് മാനേജറിന് വേണ്ടിയിട്ടാണ്. ഓൾസോ മാൻഡേറ്റഡ് ബൈ കമ്പനീസ് ആക്ട് ഇൻ സർട്ടൻ സിറ്റുവേഷൻ. ചില സാഹചര്യങ്ങളിൽ കമ്പനീസ് ആക്ടും പറയുന്നുണ്ട് കോസ്റ്റ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? മനസ്സിലായോ? റെക്കോർഡിംഗ്. എങ്ങനെ റെക്കോർഡ് ചെയ്യുക? ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗിലെ ട്രാൻസാക്ഷൻസ് ക്ലാസിഫൈഡ്, റെക്കോർഡഡ് ആൻഡ് അനലൈസ്ഡ്. എന്താണ് നമ്മൾ എന്താ ചെയ്യുക ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ? ഓർമ്മയുണ്ടോ? ജേർണൽ എഴുതും, ലെഡ്ജർ എഴുതും, അതിന് ട്രയൽ ഉണ്ടാക്കും, ആണോ? അതേ പറഞ്ഞിട്ടുള്ളൂ. ട്രാൻസാക്ഷൻസിനെ ക്ലാസിഫൈ ചെയ്യും, റെക്കോർഡ് ചെയ്യും, അനലൈസ് ചെയ്യും. ഇവിടെ എന്താ ചെയ്യുന്നത്? സെയിം. ട്രാൻസാക്ഷൻസ് ആർ ക്ലാസിഫൈഡ്, റെക്കോർഡഡ് ആൻഡ് അനലൈസ്ഡ് ഒബ്ജക്റ്റീവ്ലി അക്കോർഡിംഗ് ടു ദ പർപ്പസ്. എന്തിനാണ് നമ്മളിപ്പോ അനാലിസിസ് ചെയ്യുന്നത്? എനിക്ക് അറിയേണ്ടത് എന്തുകൊണ്ട് കോസ്റ്റ് കൂടി, പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടി, അതിനനുസരിച്ചുള്ള അനാലിസിസ് ആണ് ഞാൻ ചെയ്യുക. അതിനനുസരിച്ചാണ് ഞാൻ റെക്കോർഡ് ചെയ്ത് അനലൈസ് ചെയ്യുന്നത്. ഇനി അതല്ല, എന്തുകൊണ്ട് സെല്ലിംഗ്, എന്തുകൊണ്ട് ഈ വർഷം വേജസ് കൂടി, എന്തുകൊണ്ട് വേജസ് കുറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യാനാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്ത് അനലൈസ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് റിവീൽസ് പ്രോഫിറ്റ് ഓഫ് ബിസിനസ് ആസ് എ ഹോൾ. കറക്റ്റ്. ഫിനാൻഷ്യൽ, ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, ഫിനാൻഷ്യൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമുക്ക് എന്താ കിട്ടുക? കമ്പനിയുടെ ലാഭം എന്താണെന്ന് അറിയാൻ പറ്റും. ഓക്കെ, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഒരു കമ്പനിയുടെ ലാഭം അറിയാൻ പറ്റുക. ആ കമ്പനിയുടെ ഉള്ളിൽ ഇപ്പൊ പേന വെക്കുന്നുണ്ട്, പെൻസിൽ വെക്കുന്നുണ്ട്, ഇറേസർ വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓരോന്നിനും എത്ര ലാഭം ഉണ്ടെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഈച്ച് പ്രൊഡക്റ്റ്, ജോബ് ഓർ പ്രോസസ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പ്രൊഡക്റ്റ് വൈസ് പ്രോഫിറ്റ് കിട്ടുമോ? ഇല്ല. പക്ഷെ അതെവിടെ കിട്ടും? കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ കിട്ടും. മനസ്സിലായോ? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഒരു സ്ഥാപനത്തിന് മൊത്തം ലാഭം എത്ര, മൊത്തം നഷ്ടം എത്ര എന്നുള്ളത് മാത്രമേ നമുക്ക് അവൈലബിൾ ആകത്തുള്ളൂ. പക്ഷെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ അങ്ങനെയല്ല, പ്രൊഡക്റ്റ് വൈസ് പ്രോഫിറ്റ് നമുക്ക് കിട്ടും. ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ് ഫോർ ഡെഫിനറ്റ് പീരീഡ്. ഞാൻ പറഞ്ഞില്ലേ, ഈ 3 മാസം അല്ലെങ്കിൽ 6 മാസം അല്ലെങ്കിൽ 1 ഇയർ, നിയമപ്രകാരം 1 ഇയർ കൂടുമ്പോഴാണ് എന്തായാലും പ്രിപ്പയർ ചെയ്തേ പറ്റൂ. അതുപോലെ ലിസ്റ്റഡ് കമ്പനീസ് ഒക്കെ ആണെങ്കിൽ ക്വാർട്ടർലി പ്രിപ്പയർ ആണ്. അങ്ങനെയൊക്കെ ഉണ്ട്, നിങ്ങളെ പിന്നെ പഠിക്കുമ്പോ. സോ ഒരു പർട്ടിക്കുലർ ഒരു പീരീഡ് 6 മാസം 3 മാസം അങ്ങനെയായിരിക്കും പ്രിപ്പയർ ചെയ്യുക. കോസ്റ്റ് റിപ്പോർട്ട്സ് അങ്ങനെയല്ല, എപ്പോ മാനേജ്മെന്റ് ചോദിക്കുന്നു അപ്പൊ പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം. ക്ലിയർ ആയോ? അതുപോലെ ചിലപ്പോ പറയും ഡെയിലി എനിക്ക് ഇൻഫർമേഷൻ വേണം, ഡെയിലി ഇന്ന ഇൻഫർമേഷൻ അയക്കാൻ മാനേജേഴ്സ് പറഞ്ഞോ, ഡെയിലി കൊടുക്കണം. വീക്ക്ലി ഇന്ന ഇൻഫർമേഷൻ അയക്കാൻ പറഞ്ഞോ, അത് വീക്കിലി കൊടുക്കണം. ചിലപ്പോൾ അഡ്വോക്ക് ആയിട്ട് അവർ പറയും എനിക്ക് ഇന്നൊരു സാധനം അനലൈസ് ചെയ്ത് തരാൻ പറയും, അപ്പൊ അതും ഇത് ചെയ്യേണ്ടി വരും. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഇസ് എൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, സംതിങ് ലൈക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 ഉണ്ട്, ഇൻവെന്ററി വാല്യൂഷൻ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ കേട്ടോ, നമുക്ക് ഏതാ? കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സാ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ കോസ്റ്റ് ഇൻവെന്ററി വാല്യൂ ചെയ്യേണ്ടത് എങ്ങനെയാ അറിയോ? കോസ്റ്റ് ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ വിച്ച് എവർ ഇസ് ലോവർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ ഒരു സ്റ്റോക്ക് ഉണ്ട്, സ്റ്റോക്കിന്റെ കോസ്റ്റ് നിങ്ങൾ മേടിച്ച വില 1,00,000, സ്റ്റോക്ക് മേടിച്ച വില എത്രയാ? 1,00,000. അതാണ് കോസ്റ്റ്. ഇനി അത് ഇപ്പൊ മാർക്കറ്റിൽ വിറ്റാൽ അതിന് നമുക്ക് കിട്ടാൻ പോകുന്ന വില 95,000.
ഇതാണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ. അപ്പൊ നിങ്ങൾ എങ്ങനെ വേണം വാല്യൂ ചെയ്യാൻ? വിച്ച് എവർ ഈസ് ലോവർ എന്ന് പറഞ്ഞാൽ 95,000 രൂപയായിട്ടുള്ള വാല്യൂ ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് നിങ്ങളുടെ ബുക്സിൽ എടുക്കത്തുള്ളൂ. ഞാൻ കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യുന്നില്ല, ബുക്സിൽ എടുക്കുന്നുള്ളൂ. ക്ലിയർ ആയോ? സോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഈസ് ലോവർ ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ആർ വാല്യൂഡ് അറ്റ് കോസ്റ്റ്. എപ്പോഴും എങ്ങനെ എടുക്കുള്ളൂ? കോസ്റ്റിനാണ് വാല്യൂ ചെയ്യുള്ളൂ. സ്റ്റോക്ക് വാല്യൂവേഷൻ അപ്പൊ രണ്ടിലും ഡിഫറെന്റ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ കോസ്റ്റ് ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ വിച്ച് എവർ ഈസ് ലോവർ. പക്ഷെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഇറ്റ് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ്. നെക്സ്റ്റ്, റിലേറ്റീവ് എഫിഷ്യൻസി. Financial accountants do not reveal the relative efficiency of each department or section. അതായത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഇൻഫർമേഷൻ കിട്ടുന്ന പറഞ്ഞ് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ലാഭം നമുക്ക് അറിയാൻ പറ്റും, അവരുടെ പെർഫോമൻസ് അനലൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പറയാൻ പറ്റുമോ? ഇല്ല. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഓരോ മെഷീനറിയുടെയും ലാഭം അറിയാൻ പറ്റും, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പറ്റൂല്ല. അതാണ് റിലേറ്റീവ് എഫിഷ്യൻസി. ഓരോ ഇന്റേണൽ എഫിഷ്യൻസി കമ്പയർ ചെയ്യാനായിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഇൻഫർമേഷൻ വെച്ച് പറ്റില്ല, പക്ഷെ കോസ്റ്റ് അക്കൗണ്ടിങ് വെച്ച് പറ്റും. സോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഡു നോട്ട് റിലീവ് ദ റിലേറ്റീവ് എഫിഷ്യൻസി ഓഫ് ഈച്ച് ഡിപ്പാർട്ട്മെന്റ്. ഓരോ ഡിപ്പാർട്ട്മെന്റ് ഇന്ന ഡിപ്പാർട്ട്മെന്റ് നല്ലതാണ്, ഇന്ന ഡിപ്പാർട്ട്മെന്റ് പൊട്ടയാണെന്ന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വെച്ച് പറയാൻ പറ്റില്ല, പക്ഷെ കോസ്റ്റ് അക്കൗണ്ടിങ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? അത് പറയാനായിട്ട് പറ്റും. നെക്സ്റ്റ്, കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. അപ്പൊ നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും കഴിഞ്ഞു. നെക്സ്റ്റ്, കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. സോ കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് പഠിക്കുന്നവരുണ്ടാവും, നമുക്കത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുമായിരിക്കും. പക്ഷെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും തമ്മിൽ നമ്മൾ ഡിഫറൻസ് പഠിച്ച പോലെ എളുപ്പമല്ല അത് പഠിക്കാനായിട്ട്. സി വൈ? എന്തുകൊണ്ടാണെന്നറിയോ? മാനേജ്മെന്റ് അക്കൗണ്ടിങ് മാനേജറിന് ഡിസിഷൻ എടുക്കാൻ വേണ്ടി ചെയ്യുന്ന, കോസ്റ്റ് അക്കൗണ്ടിങ് ഓൾമോസ്റ്റ് സിമിലർ ആണ് അല്ലെ, ഡിസിഷൻ എടുക്കാൻ വേണ്ടിയാണ്. സോ ഫസ്റ്റ് ഡിഫറൻസ് നോക്കാം, മീനിങ്ങിലുള്ള വ്യത്യാസം നോക്കാം. ഓക്കെ, എന്താണ് മീനിങ്? കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് റെക്കോർഡിങ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ് കോസ്റ്റ് ഡാറ്റ. അപ്പൊ കോസ്റ്റ് റെക്കോർഡ് ചെയ്യും. ഒരു റോ മെറ്റീരിയലിന് ഇത്ര ചെലവ്, ലേബറിന് ഇത്ര എന്നുള്ള റെക്കോർഡിംഗ് ഉണ്ട്, അതിനെ ക്ലാസിഫൈ ചെയ്യലുണ്ട്, സമ്മറൈസ് ചെയ്യലുണ്ട്. ഒക്കെ എന്തിൽ വിടും? കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വിടും. ക്ലിയർ ആയോ? നെക്സ്റ്റ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങില് അപ്പൊ ഇതിൽ ബേസിക്കലി വി ആർ ഡീലിംഗ് വിത്ത് വാട്ട്? കോസ്റ്റ് ഓഫ് സമ്മറൈസിങ് ഓഫ് കോസ്റ്റ് ഡാറ്റ. കോസ്റ്റ് ഡാറ്റനെ നമ്മൾ സമ്മറൈസ് ചെയ്യുക. കോസ്റ്റ് ഡാറ്റ എന്താ? ഇറ്റ്സ് എ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ അല്ലെ. മാനേജ്മെന്റ് അക്കൗണ്ടിങ് അതല്ല കേട്ടോ. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഇൻ വിച്ച് ബോത്ത് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആർ പ്രൊവൈഡഡ്. അപ്പൊ നമ്മള് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ കൊടുക്കുമ്പോഴേ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ മാത്രമല്ല കൊടുക്കുക, നമ്മള് എന്തും കൂടെ കൊടുക്കും, നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷനും കൊടുക്കും. ആർക്ക്? ടു മാനേജേഴ്സിന് ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഫിനാൻഷ്യലും നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷനും കൊടുക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് സേ ഒരു ഹോട്ടൽ ഇൻഡസ്ട്രി ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാണെന്ന് വിചാരിച്ചു, നമ്മുടെ ബിസിനസ്. സോ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഞാൻ എന്റെ ഹോട്ടലിന്റെ കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസ്, എത്ര റൂം ബുക്ക് ചെയ്തു, എത്ര പേയ്മെന്റ്, എത്ര റവന്യൂ ജനറേറ്റ് ചെയ്തു, അത് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആണ്. നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, അതേ ഏരിയയിലുള്ള കോമ്പറ്റേറ്റേഴ്സ് എത്ര എണ്ണം ഉണ്ട്, അവരുടെ ഒക്യുപ്പൻസി റേറ്റ്, അവിടെ എത്ര ആൾക്കാർ, അവിടെ ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ടോ, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നത് എന്താ? നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആണ്. ക്ലിയർ ആയോ? സോ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങില് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഉണ്ട്, നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഉണ്ട്. ഇനി രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ നോക്കിക്കേ. കോസ്റ്റ് അക്കൗണ്ടിങ് ക്വാണ്ടിറ്റേറ്റീവ് ആണ്. മെജോറിറ്റി എന്താ ഇതിൽ? ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ ആണ് അല്ലെ. ഇത്ര കിലോഗ്രാം ഇൻപുട്ട്, ഇത്ര കിലോഗ്രാം ഔട്ട്പുട്ട് ആണോ, അതിന് ഇത്ര ചെലവ്, ഇത്ര രൂപയാണ് ഒരു പേന ഉണ്ടാക്കാനുള്ള ചെലവ്. കോസ്റ്റിംഗ് ആണ്, ക്വാണ്ടിറ്റി ആണ് അല്ലെ. മാനേജ്മെന്റ് അക്കൗണ്ടിങ് രണ്ടും ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്. ഈ ക്വാളിറ്റേറ്റീവ് വരാൻ എന്താ കാരണം? നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പോകുന്നുണ്ട് അല്ലെ. സോ ഇറ്റ് ഇസ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്. ക്ലിയർ ആയോ? കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ് എന്താ? നമ്മൾ ഏറ്റവും ഫസ്റ്റ് പിടിച്ചു എന്താ? അസൈൻമെന്റ് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടോ, നമ്മൾ ഒബ്ജക്റ്റീവ്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ് ഫസ്റ്റ് പഠിച്ച ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? എന്തായിരുന്നു? കോസ്റ്റ് കണ്ടുപിടിക്കുക. ഇപ്പൊ അതിനായിട്ട് കോസ്റ്റ് കണ്ടുപിടിക്കുക, കോസ്റ്റ് ഓഫ് പർട്ടിക്കുലർ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ്. ഇവിടെ എന്താ? ഇവിടെ അതല്ല പ്രൈമറി ഒബ്ജക്റ്റീവ്. ഇവിടെ ഒബ്ജക്റ്റീവ് മാനേജേഴ്സിന് ഡിസിഷൻസ് എടുക്കാൻ, ഭാവിയിലെ ഫോർകാസ്റ്റ് സ്ട്രാറ്റജീസ്, ഭാവിയിൽ സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ് പ്രൈമറി ഒബ്ജക്റ്റീവ്. സ്കോപ്പ്, കൺസേൺ വിത്ത് അസൈൻമെന്റ്, അലൊക്കേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് അക്കൗണ്ടിങ് ആസ്പെക്ട്സ് ഓഫ് കോസ്റ്റ്. കോസ്റ്റ് കണ്ടുപിടിക്കുക, അലൊക്കേറ്റ് ചെയ്യുക, മെറ്റീരിയലിന് ഇത്ര, ലേബർ ഇത്ര, അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഓവർഹെഡ്സ് അലൊക്കേറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് കോസ്റ്റിംഗിൽ വരുന്നത്. ഇവിടെ എന്താ സ്കോപ്പ്? മാനേജ്മെന്റ് ഡിസിഷൻ എടുക്കുക.
മാനേജറിയൽ ഡിസിഷൻ മേക്കിങ്ങിന് എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ എന്നുള്ളതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ആ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, മാനേജ്മെന്റിന് വേണ്ടിയുള്ള അക്കൗണ്ടിങ് ആണോ? സ്പെസിഫിക് പ്രൊസീജിയർ, കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് പ്രൊസീജിയർ ഉണ്ട് അല്ലെ? എവിടെയുള്ള സ്പെസിഫിക് പ്രൊസീജിയർ? കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ. കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് അങ്ങനെ സ്പെസിഫിക് പ്രൊസീജിയർ ഒന്നുമില്ല. ഇൻഫർമേഷൻ എടുക്കാനായിട്ട് എന്തൊക്കെ വേണോ അതൊക്കെ ഉണ്ടാവും. സോ അത് കുറച്ചും കൂടെ ബ്രോഡർ ആണ്, നമുക്ക് ഇങ്ങനെ ഒതുക്കി വെക്കാൻ പറ്റില്ല. മറ്റേത് പറയാം, നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ചെയ്യൂ. ഇന്ന് നിയമം, ഇപ്പൊ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നിങ്ങൾ ഒരു നിയമമാണെന്ന് വിചാരിക്കുക, ആ നിയമം ഫോളോ ചെയ്യാനാണ് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ. മറ്റേത് അങ്ങനെയില്ല, ഡിസിഷൻ എടുക്കാൻ എന്തൊക്കെ വേണം അതൊക്കെ നിങ്ങൾ കൊടുക്കും. മനസ്സിലായോ? ടാർജറ്റ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? റെക്കോർഡിംഗ് ഓഫ് കോസ്റ്റ് ഡാറ്റ, പഴയതും ഇപ്പോഴത്തെ ഒക്കെ കോസ്റ്റ് ഡാറ്റ റെക്കോർഡ് ചെയ്യാം. പക്ഷെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്താ? ഡിസിഷൻ മേക്കിംഗ് ആണ്. എന്നത്തേക്കുള്ള ഡിസിഷൻ മേക്കിംഗ്? ഫ്യൂച്ചറിലേക്കുള്ള അല്ലേ? സോ ഇറ്റ് ഗിവ്സ് മോർ സ്ട്രെസ് ഓൺ അനാലിസിസ് ഓഫ് ഫ്യൂച്ചർ പ്രൊഡക്ഷൻ. ഭാവിയിൽ എന്ത് സംഭവിക്കും, ഭാവിയിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ഫോക്കസ് ആണ് എവിടെ വരുന്നത്? മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. ഇറ്റ് ക്യാൻ ബി ഇൻസ്റ്റാൾ വിത്തൗട്ട് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഒരു സ്ഥാപനത്തിൽ കോസ്റ്റ് അക്കൗണ്ടിങ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, മാനേജ്മെന്റ് അക്കൗണ്ടിങ് വേണമെന്നില്ല. പക്ഷെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന് സപ്പോർട്ടിന് ആര് വേണം? കോസ്റ്റ് അക്കൗണ്ടിങ് വേണം. സിനിമയിൽ ഹീറോസിന് കോമഡി ആക്ടേഴ്സ് വേണമെന്ന് പറഞ്ഞ പോലെ നമുക്ക് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്, ഇഫ് യു വാണ്ട് മാനേജ്മെന്റ് അക്കൗണ്ടിങ് വർക്ക് ചെയ്യണമെങ്കിൽ കോസ്റ്റിംഗ് വേണം. എന്തുകൊണ്ടാ? കോസ്റ്റിംഗിൽ നിന്നും ഇൻഫർമേഷൻ വേണം, ഫിനാൻഷ്യൽ ഇൻഫർമേഷനും വേണം, നോൺ ഫിനാൻഷ്യലും വേണം. കോസ്റ്റിംഗിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ അല്ലെ? സോ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന് ആരെ വേണം? കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് വേണം. കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് ആരെ വേണ്ട? മാനേജ്മെന്റ് അക്കൗണ്ടിനെ വേണ്ട. ക്ലിയർ ആയോ? സോ ആരെ ഇൻഡിപെൻഡന്റ്? കോസ്റ്റ് അക്കൗണ്ടിങ് അല്ലേ? സോ ഇൻഡിപെൻഡൻസി വെച്ച് നോക്കുകയാണെങ്കിൽ ക്യാൻ ബി ഇൻസ്റ്റാൾ. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഇല്ലെങ്കിലും കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പക്ഷെ കോസ്റ്റ് അക്കൗണ്ടിങ് ഇല്ലാതെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റില്ല. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പൊ ആരാ ഗ്രേറ്റർ? കോസ്റ്റ് അക്കൗണ്ടിങ്. പക്ഷെ ബ്രോഡർ ആരാ? ബ്രോഡർ വ്യൂവിലുള്ളത് ആരാ? മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ്. ബിക്കോസ് ഈ കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ള ഇൻഫർമേഷൻ എടുക്കും, നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എടുക്കും, അതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് അല്ലെ? Now we have something else. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് തമ്മിൽ എന്താ വ്യത്യാസം? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് തമ്മിൽ നോക്കാം. സിമ്പിൾ ആണ്. നമ്മളിപ്പോ രണ്ടും പഠിച്ചു. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താണെന്നുള്ളത് മനസ്സിലായി, മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലെ? സോ ഈ സിനാരിയോയില് നമ്മൾക്ക് ഇനി ഇത് പഠിക്കാൻ എളുപ്പമായിരിക്കും. ഇതിന്റെ പർപ്പസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ? എന്തിനാണ്? ഒരു പർട്ടിക്കുലർ പീരീഡിലെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അനലൈസ് ചെയ്യലാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്. ഇതെന്താ? ഡിസിഷൻസ് എടുക്കാൻ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ അപ്ലിക്കേഷൻ എന്താ? ട്രൂ ആൻഡ് ഫെയർ പിക്ചർ ഓഫ് ഫിനാൻഷ്യൽ അഫയേഴ്സ് അല്ലെ? ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ എന്തിനാ ഉണ്ടാക്കുന്നത്? കമ്പനിയുടെ ശരിയായ ലാഭം, ശരിയായ ഫിനാൻഷ്യൽ പൊസിഷൻ, എന്തൊക്കെ അസറ്റ്സ് ഉണ്ടെന്ന് അറിയാനാണ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നത് അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ചെയ്യുന്നത്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്തിനാണ്? ഭാവിയില് മീനിങ് ഫുൾ സ്റ്റെപ്സ് എടുത്ത് ഭാവിയിൽ സ്ട്രാറ്റജീസ് ഫോം ചെയ്യാൻ വേണ്ടി അല്ലെ? സ്കോപ്പ് എന്താ? പെർവാസീവ് ആണ്, ബട്ട് നോട്ട് ആസ് മച്ച് ആസ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. സ്കോപ്പ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ പെർവാസീവ് സ്കോപ്പ് ഒക്കെയാണ്, പക്ഷെ ഡിസിഷൻസ് എടുക്കാനായിട്ട് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ് കുറച്ചും കൂടെ ബ്രോഡർ സ്കോപ്പിൽ വരുന്നത് അല്ലെ? സോ പെർവാസീവ് ആണ്, ബട്ട് നോട്ട് ആസ് മച്ച് ആസ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. പെർവാസീവ് എന്താ? യൂണിവേഴ്സൽ, പരന്നെടുക്കുന്നതൊക്കെ പറയില്ലേ, അതന്നെ. സ്കോപ്പ് ഈസ് മച്ച് ബ്രോഡർ, കുറച്ചും കൂടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിനേക്കാളും സ്കോപ്പ് കൂടുതലാണ്. ബിക്കോസ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് ഇൻഫർമേഷൻ യൂസ് ചെയ്യും, കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യും, ഇതൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ഡിസിഷൻ എടുക്കുക അല്ലെ? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ക്വാണ്ടിറ്റേറ്റീവ് ആണ്, ഇത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ആണ്, നമ്മൾ മുമ്പ് കണ്ടു അല്ലെ? നെക്സ്റ്റ്, ഇന്റർഡിപെൻഡൻസ്. ഇറ്റ് ഈസ് നോട്ട് ഡിപെൻഡന്റ് ഓൺ മാനേജ്മെന്റ് അക്കൗണ്ടിങ്. അഗെയിൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന് പറ്റില്ല. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും വേണം, കോസ്റ്റ് അക്കൗണ്ടിങ്ങും വേണം. ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്, ഞാൻ നേരത്തെ പറഞ്ഞാണ്, കമ്പനീസ് ആക്ട് പ്രകാരം മാൻഡേറ്ററി ആണ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് മാൻഡേറ്ററി അല്ല. ദർ ഇസ് നോ സച്ച് മാൻഡേറ്റ്. ഒരു നിയമത്തിലും പറയുന്നില്ല നിങ്ങൾക്ക് മാനേജ്മെന്റ് അക്കൗണ്ടിങ് വേണം. കോസ്റ്റ് റെക്കോർഡ്സ് വേണമെന്ന് പറയുന്നുണ്ട്, ബട്ട് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഫോർമാറ്റ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഹാസ് സ്പെസിഫിക് ഫോർമാറ്റ്. യെസ്, നമ്മളിപ്പോ ബാലൻസ് ഷീറ്റ് പ്രസന്റ് ചെയ്യാനായിട്ട് കമ്പനീസ് ആക്ട് പ്രകാരം നമുക്കൊരു ഫോർമാറ്റ് ഉണ്ട്. പക്ഷെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന് ഇപ്പൊ നമ്മൾ ഔട്ട്പുട്ട് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും? പി എൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള ഫോർമാറ്റ്, ഷെഡ്യൂൾ 3-5 കറക്റ്റ് നോട്ട് മുമ്പ് ആ ഒരു ഫോർമാറ്റ് പ്രകാരം വേണം പ്രസന്റ് ചെയ്യാനായിട്ട്. പക്ഷെ ഇതിനങ്ങനെ ഫോർമാറ്റ് ഒന്നുമില്ല. മാനേജേഴ്സിന് ഡിസിഷൻ എടുക്കാൻ ഏതാണോ ബെറ്റർ പ്രസന്റേഷൻ ആ രീതിയിൽ എന്ത് ചെയ്യാം, പ്രസന്റ് ചെയ്യാം. മെയിൻലി ഫോർ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇത് എന്തിനാണ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ചെയ്യുന്നത്? ഭാവിയിൽ ഷെയർ ഹോൾഡേഴ്സിനെ അട്രാക്ട് ചെയ്യാനും ഇപ്പോൾ ഉള്ള ഷെയർ ഹോൾഡേഴ്സിന് ഇൻഫർമേഷൻ കൊടുക്കാനും.
മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആർക്കോ മാത്രം, മാനേജ്മെന്റ് മാത്രം. അതുകൊണ്ടാണ് അതിന്റെ പേര് എന്ത്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ആൻഡ് വെരിഫയബിൾ, ദ ഇൻഫർമേഷൻ ഈസ് പ്രസന്റഡ് ഈസ് വെരിഫയബിൾ. ഇതിനെ സപ്പോർട്ടിങ്, അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഇപ്പൊ ലെറ്റ്സ് സേ ബാലൻസ് ഷീറ്റിൽ ബാങ്ക് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് എടുക്കുന്നുണ്ട്. അതിൽ 1 ലക്ഷം കാണിക്കുന്നു വിചാരിച്ചു. അതൊരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിയാൽ അതിൽ കാണാൻ പറ്റും 1 ലക്ഷം ആണോ. സോ വെരിഫൈ ചെയ്യാൻ പറ്റും. ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പ്രസന്റ് ചെയ്ത ഇൻഫർമേഷൻ വെരിഫയബിൾ ആണ്, അതിന് എല്ലാത്തിനും എവിഡൻസ് ഉണ്ടാവും. പക്ഷെ മാനേജ്മെന്റ് അക്കൗണ്ടിന് എവിഡൻസ് ഒന്നുമില്ല, പ്രെഡിക്റ്റീവ് ആണ്. ഭാവിയിൽ എന്ത് സംഭവിക്കാം എന്നുള്ളൊരു റിപ്പോർട്ടാണ് നമ്മൾ കൊടുക്കുക. ഭാവിയിൽ ഇങ്ങനെ ആയേക്കാം, ഇപ്പൊ ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന പോലെ ഭാവിയിൽ ഇത്ര സെയിൽസ് വരാം, ഇത്ര കോസ്റ്റ് വരാം എന്നുള്ളത്. സോ ഇറ്റ് ഈസ് നോട്ട് ഇമ്മീഡിയറ്റ്ലി വെരിഫയബിൾ. ഫ്യൂച്ചറിൽ വെരിഫയബിൾ ആണ്. ഞാൻ 1 വർഷം കഴിയുമ്പോൾ ലാഭം എത്ര ഉണ്ടാവുന്നുണ്ട്, 1 വർഷം കഴിയുമ്പോൾ ലാഭം എത്ര ഉണ്ടായില്ല. സോ ഫ്യൂച്ചർ 1 വർഷം കഴിയുമ്പോൾ അറിയാം ലാഭം ഉണ്ടാവില്ല എന്നുള്ളത്. സോ ഇമ്മീഡിയറ്റ്ലി വെരിഫയബിൾ അല്ല. ബട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനുള്ളത് നമുക്ക് ഇമ്മീഡിയറ്റ്ലി വെരിഫയബിൾ ആണ്. സോ ദാറ്റ്സ് ഇറ്റ്. സോ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിലെ ഫസ്റ്റ് ഒരു പോർഷൻ കഴിഞ്ഞു. എന്താണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ നമുക്കൊന്ന് റിവൈസ് ചെയ്താലോ. നമുക്കൊന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചെന്നുള്ളത്. ഓക്കെ, നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്, ഇൻഫർമേഷൻ എന്താന്ന് പറഞ്ഞു അല്ലെ. ഇൻഫർമേഷൻ എന്താണ്, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഉണ്ട്, നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഉണ്ട്. കോസ്റ്റിംഗിൽ നിന്ന് ഇൻഫർമേഷൻ വരാം, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആണ് വരാം, ആണോ. ശരി. നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് അക്കൗണ്ടിങ് നമ്മൾ കണ്ടു, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന് നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ വരാം. യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, ആരാണ് ഫിനാൻഷ്യൽ ഇൻഫർമേഷന്റെ യൂസേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് നമ്മൾ പറഞ്ഞു അല്ലെ. ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കാം, പൊട്ടൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കാം, പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്, എംപ്ലോയീസ്, ക്രെഡിറ്റേഴ്സ്, ഗവൺമെന്റ്, ഇവരൊക്കെ എന്ത് ചെയ്യും, യൂസ് ചെയ്യും. ക്വാളിറ്റി ഇമ്പോർട്ടന്റ് ആണോ, അതെ ക്വാളിറ്റി ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ ഡിസിഷൻസ് മാറിക്കും. ഇത് നോക്കിയേ, ഒരു എക്സാമ്പിൾ പറയുന്നത് നമുക്ക് ഒരു തമാശക്ക് വായിച്ചു നോക്കിയാലോ. ഫോർ എക്സാമ്പിൾ, ഡ്യൂറിംഗ് ഏർലി പീരിയഡ് ഓഫ് ലോക്ക്ഡൌൺ brought about by COVID-19, Mr. Keshubai, a vegetable vendor, adjusted to new normal within few days and started online transactions and home delivery during 7 p.m. to 8 p.m. and 7 a.m. to 8 a.m. when lockdown was eased. While Mr. Bikram, who sells vegetables in same bazaar, was undecided and waited for the lockdown time. Decisions made by the two vegetable vendors is being made on the basis of information they possess at the time of making decision. സോ ക്വാളിറ്റി, ഇത് ഭയങ്കര റിലേറ്റബിൾ എക്സാമ്പിൾ ഒന്നുമല്ല, ബട്ട് സ്റ്റിൽ ദ ക്വാളിറ്റി ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ മാറ്റേഴ്സ് അല്ലെ. ഇൻഫർമേഷൻ ഈ 7 തൊട്ട് 8 വരെ, രാത്രി 7 തൊട്ട് 8 വരെയും രാവിലെ 7 തൊട്ട് 8 വരെയും കച്ചവടം നടത്താം, പുറത്തിറങ്ങാം എന്നുള്ളതിന് ഒരു നിയമമുള്ള കാര്യം കേശുബായിക്ക് അറിയായിരുന്നു, പക്ഷെ ബിക്രമിന് അറിയില്ലായിരുന്നു. സോ ബിക്രമിന് കച്ചവടം ചെയ്യാനായിട്ട് പറ്റിയില്ല. സോ ക്വാളിറ്റി ഓഫ് ഇൻഫർമേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. ദെൻ വി വെന്റ് ത്രൂ ഡെഫിനിഷൻസ്. കോസ്റ്റ് അക്കൗണ്ടൻസി എന്താണ്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്, കോസ്റ്റിംഗ് എന്താണ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു. ദെൻ എന്താണ് ഒബ്ജക്റ്റീവ്സ്, ഞാൻ പറഞ്ഞില്ലേ ഇതിന് എത്ര മാർക്കിന് ചോദ്യം വരും, എത്ര മാർക്കിന് ചോദിച്ചേക്കാം, 4 മാർക്കിന് ഇതിന് ചോദ്യം വന്നേക്കാം. ഓക്കെ, ആൻഡ് സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് 4 മാർക്ക് ചോദിച്ചേക്കാം. എന്താ നമ്മൾ സ്കോപ്പിൽ എന്താ പഠിച്ചത്, ആദ്യം ബുക്ക് കീപ്പ് ചെയ്യണം, കോസ്റ്റ് അസർട്ടൈൻ ചെയ്യണം, പിന്നെ അനലൈസ് ചെയ്യണം. എന്താ അനാലിസിസ്, എന്ത് വാരിയൻസ് വന്നു എന്നുള്ളത്, കമ്പാരിസൺ, പല പീരീഡ് ആയിട്ട് കമ്പയർ ചെയ്യാം, പല ഡിഫറെന്റ് പ്രോസസ്സസിലെ കോസ്റ്റ് കമ്പയർ ചെയ്യാം അല്ലെ. ഒരേ സാധനത്തിന് ചെയ്യാനായിട്ട് 2 കാര്യങ്ങളുണ്ട്, ആ കോസ്റ്റ് കമ്പയർ ചെയ്യണം, എന്നിട്ട് അതൊക്കെ വെച്ചിട്ട് കോസ്റ്റ് കൺട്രോൾ ചെയ്യണം, റിപ്പോർട്ട് ഉണ്ടാക്കി മാനേജ്മെന്റ് കൊടുക്കണം, ആൻഡ് ഓഡിറ്റ് ചെയ്യണം. കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞു. ആൻഡ് നല്ലൊരു കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിന് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാണ് നമ്മൾ പറഞ്ഞു അല്ലെ. നല്ലൊരു ചെക്കന് എന്താണ് ഇതിന്റെ സങ്കല്പം എന്ന് പറയുന്നത്, നല്ല കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിന് ഇന്ന കാര്യങ്ങൾ വേണം. സോ എന്തൊക്കെയാ വേണ്ടതെന്ന് നമ്മൾ പഠിച്ചു. ഇൻസ്റ്റാൾ ചെയ്യാൻ എന്തൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം, സ്ഥാപനത്തിന്റെ വലിപ്പം നോക്കണം, അവര് എംപ്ലോയ് ചെയ്തുള്ള മാനുഫാക്ചറിങ് പ്രോസസ്സിംഗ് നോക്കണം, എത്ര പ്രൊഡക്ട്സ് അവർ ഉണ്ടാക്കണം നോക്കണം, മാനേജ്മെന്റ് എന്ത് ഇൻഫർമേഷൻ വേണ്ട നോക്കണം, അവർ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽ നോക്കണം, ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ നോക്കണം, പുറത്തുള്ള കാര്യങ്ങളും നോക്കണം. ലിമിറ്റേഷൻസ് നമ്മൾ പറഞ്ഞു അല്ലെ, ചെലവുള്ള പരിപാടിയാണ്, ആണോ. രണ്ടെന്താ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ റിസൾട്ടും കോസ്റ്റ് അക്കൗണ്ടിങ് റിസൾട്ടും ഡിഫറൻസ് എപ്പോഴും വരും. സോ റീകൺസിലേഷൻ ചെയ്യണം. അത് വലിയ ലിമിറ്റേഷൻ അല്ല, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ ലിമിറ്റേഷൻ. അതുപോലെ പല കോസ്റ്റ് അക്കൗണ്ടിങ്ങിനും പല വ്യൂവില് ഇന്റർപ്രിറ്റ് ചെയ്യാം പല കാര്യങ്ങളും. അതുപോലെ കാൽക്കുലേഷനിലെ എക്സാക്ട്ലി ഇതാണെന്ന് പറയാൻ പറ്റില്ല. മേ ബി സം ട്വിസ്റ്റ് ആൻഡ് ടേൺസ് അല്ലെ. നമ്മൾ അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, മറ്റേ ഐസ്ക്രീമിന്റെ എക്സാമ്പിൾ ഓർമ്മയില്ലേ, നമ്മൾ പറഞ്ഞു. ദെൻ അത് കഴിഞ്ഞിട്ട് ഓവർ ഹെഡ് എക്സ്പെൻസസ്, അത് നമ്മൾ ഭാവിയിൽ പഠിക്കുന്നു പറഞ്ഞു. ദെൻ നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങുകൾ നോക്കി. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്, എല്ലാത്തിന്റെയും ഡിഫറൻസസ് ഓരോന്നായിട്ട് നമ്മൾ പഠിച്ചു, ആണോ. സോ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു നോക്കി. ഈ പോർഷനിൽ നിന്ന് മാത്രം ഡെഫിനറ്റ്ലി ഫോർ ഷുവർ 4 മാർക്ക് ഉറപ്പായിട്ടും ചോദിക്കും. 4 മാർക്ക് തന്നെ ഉറപ്പായിട്ടും ചോദ്യം വരും.
ഓക്കെ. സോ ഇത്രയും നമ്മുടെ ഇത്രയും ചെറിയൊരു ക്ലാസ്സാണ് നമ്മൾ നിർത്തിയിട്ടുള്ളത് അല്ലെ. ഈ ക്ലാസ്സിൽ നമ്മൾ 4 മാർക്ക്. ഇനി നിങ്ങൾ നോക്കിക്കേ, ഈ പാറ്റേൺ ഒന്ന് നോക്കിയേ. ഡിസംബർ 23 എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ 4 മാർക്ക്, ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിന് കേട്ടോ. ജൂൺ 24 4 മാർക്ക്, ഡിസംബർ 24 4 മാർക്ക്, ജൂൺ 25 11 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഡിസംബർ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, ഞാൻ ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ടില്ല. 4 മാർക്ക് ഈ ഇത്തവണയും ചോദിച്ചിട്ടുണ്ട്. സോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് 4 മാർക്ക് ഷുവർ ആയിട്ട് ഈ ചാപ്റ്ററിന് എന്തായാലും വരും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പഠിക്കുക, അതുപോലെ പറഞ്ഞ ഞാൻ നോട്ട്സ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ക്ലിയർ ആയോ? ഇനി നമുക്ക് എന്താ പഠിക്കാനുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് കോസ്റ്റ് അക്കൗണ്ടിങ് ടേംസ് ഉണ്ട്. കോസ്റ്റ് എന്താണ്, ഹിസ്റ്ററിക്കൽ കോസ്റ്റ്, എക്കണോമിക് കോസ്റ്റ്, അങ്ങനെ കുറെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോസ്റ്റുകൾ എന്താണ്, അതൊക്കെ വിത്ത് എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനി നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണ്ട, ജസ്റ്റ് വായിച്ചു വെക്കുക. ദെൻ വിൽ മൂവ് ഓൺ ടു നെക്സ്റ്റ് ചാപ്റ്റേഴ്സ്. സോ മോസ്റ്റ് പ്രോബബിളി നാളത്തെ ക്ലാസ്സോടുകൂടി ഐ ഫിനിഷ് ഓഫ് ഫസ്റ്റ് ചാപ്റ്റർ. ഫസ്റ്റ് ചാപ്റ്റർ അല്ല, ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു പോർഷൻ ഞാൻ ഫിനിഷ് ചെയ്യും. ദെൻ വിൽ മൂവ് ഓൺ ടു, ഞാൻ പറഞ്ഞില്ലേ കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാണ്, ഇത് എക്സാമിന് എല്ലാ തവണ ചോദിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. എല്ലാ തവണ ഒരു ക്വസ്റ്റ്യൻ കോസ്റ്റ് ഷീറ്റിന് വരാറുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജോബ് കോസ്റ്റിംഗ്, ഇതൊക്കെ ഈ ജോബ് കോസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത് കോസ്റ്റ് ഷീറ്റിന്റെ ഒരു വേറൊരു വേർഷൻ പോലെ വരുന്നതാണ്. സോ ഇതിനൊക്കെ എന്തായാലും എല്ലാ തവണയും ചോദ്യം വരാറുണ്ട്. സോ 7 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ കോസ്റ്റ് ഷീറ്റ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 7 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ഫസ്റ്റ് ചാപ്റ്ററിന് മാത്രം ഓൺ ആൻ ആവറേജ് യു വിൽ ഗെറ്റ് 11 മാർക്സ്, 11 മാർക്കായി. അപ്പൊ 2 3 ക്ലാസ്സിൽ നിന്ന് തന്നെ നമ്മള് പാസ്സാവാനുള്ള മാർക്കിന്റെ ഒരു 25%, 40 മാർക്ക് പിടിക്കും പാസ്സാവാൻ. ഓക്കെ, 25%-ത്തിൽ എത്തില്ലേ. സോ അത്രയേ ഉള്ളൂ. നിങ്ങൾ ഡെയിലി അന്നൊന്ന് എടുക്കണം, പഠിക്കുക. ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പഠിച്ചു വെക്കുക കേട്ടോ. ഡിഫറൻസ് ഇതൊക്കെ തിയറി ചോദിക്കുക, ആ സമയത്ത് ഇരുന്ന് ആലോചിച്ച് എഴുതാനും നിങ്ങൾക്ക് പറ്റും. പക്ഷെ നിങ്ങൾ ഹെഡിങ്സ് മാത്രം, അതായത് ഓരോ ഇതിലും ഡിഫറൻസ് എന്തുകൊണ്ടാണെന്നുള്ളത് കൺസെപ്ച്വലി മനസ്സിലാക്കി നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. അത് ഞാൻ ആലോചിച്ചോളാം, എനിക്ക് കാര്യം മനസ്സിലായി, എന്തൊക്കെ ഡിഫറൻസ് മനസ്സിലായി, ഞാൻ എക്സാമിന് ആലോചിച്ച് എഴുതാന്നുള്ള ചിന്തയൊന്നും വേണ്ട. എല്ലാ ദിവസവും മൈൻഡിൽ റിവൈസ് ചെയ്യുക, എന്തൊക്കെ പോയിന്റ്സ് ആണ് ഉണ്ടാകുന്നത്, എന്തൊക്കെ ഡിഫറൻസ് ആണ് വരുന്നത്. അത്രയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ പഠനം നിങ്ങളുടെ സക്സസ്ഫുൾ ആയി. ഓക്കെ, അപ്പൊ പറഞ്ഞ പോലെ ഞാൻ നോട്ട്സ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഷെയർ ചെയ്തേക്കാം. ദെൻ വിൽ സ്റ്റാർട്ട്. അതിനുശേഷം ഡൗട്ട് നമ്പർ ഷെയർ ചെയ്യാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം എൻ്റെ അടുത്ത്. ഡെയിലി പഠിച്ചു പോട്ടോ, അന്നു എടുക്കുന്ന അന്നു തന്നെ പഠിച്ചു പോവാ. എന്നിട്ട് നോട്ട് വറി, പ്രോബ്ലം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ആദ്യത്തെ 1-2 ക്ലാസ്സുകൾ തിയറി തന്നെയായിരിക്കും. നമുക്ക് തിയറി ഇൻ ദ സെൻസ് ആ കൺസെപ്റ്റ് മനസ്സിലാവണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള തിയറീസ് ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൽ മൂവ് ഓൺ വിത്ത് പ്രോബ്ലംസിലേക്ക് കടക്കും. അപ്പൊ പിന്നെ പ്രോബ്ലംസ് മാത്രമായിരിക്കും കൂടുതൽ നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്നുണ്ടാവുക. ടു ബി മോർ ഇൻട്രസ്റ്റിംഗ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും പ്രോബ്ലം ചെയ്യാൻ. ഡിഫറെന്റ് കൈൻഡ് ഓഫ് പ്രോബ്ലം ടെക്സ്റ്റ് വെക്കുന്ന അതിന്റെ കൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. സോ ക്ലാസ് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് വരും. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ എ ഗുഡ് സ്റ്റാർട്ട്. ആൻഡ് ഞാനിത് കഴിയുമ്പം ഏറ്റവും അവസാനം എക്സാമിന് ഓൾ ദ ബെസ്റ്റ് ഞാൻ പറയും. അപ്പൊ ഇങ്ങനെ നിങ്ങളെല്ലാം പഠിച്ച് എക്സ്പെർട്ട് ആയിട്ടുണ്ടാവണം. ഓക്കെ, സോ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക, ഡെയിലി പഠിക്കുക, കുറച്ച് സമയം എൻജോയ് ചെയ്യുക. പഠിപ്പ് മാത്രമാണെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ ഇറ്റ്സ് എ പ്രൊഫഷണൽ എക്സാം. അതിൻ്റെതായ ആഡിക്വേറ്റ് ടൈം നിങ്ങൾ കൊടുക്കണം. ഡെയിലി ഒരു 2 മണിക്കൂറൊന്നും പഠിച്ചാൽ പോരാ കേട്ടോ. ഡെയിലി നിങ്ങൾ ക്ലാസ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടും നിങ്ങൾ ഒരു 5-6 മണിക്കൂറെങ്കിലും അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. സ്വന്തമായിട്ട് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക, എക്സ്ട്രാ പ്രോബ്ലം മെറ്റീരിയൽസ് മേടിക്കുക, വർക്ക്ഔട്ട് ചെയ്യുക. എനിക്കിപ്പോ ഞാൻ കഴിഞ്ഞ എക്സാമിനൊക്കെ കുറെ സ്റ്റുഡൻസ് എക്സ്ട്രാ ബുക്സിൽ നിന്നും പ്രോബ്ലംസ് എടുത്ത് ചെയ്ത് ഡൗട്ട്സ് എനിക്ക് അയച്ചു തരാറുണ്ട്. സാർ ഇത് എന്താ അങ്ങനെ, ഇത് ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് അയച്ചു തരാറുണ്ട്. അപ്പൊ ആ ഒരു എന്തൂസിയാസം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം നമുക്ക് ക്ലാസ്സിൽ ലിമിറ്റേഷൻസ് ഉണ്ട്, നമുക്ക് എല്ലാ പ്രോബ്ലം ചെയ്യിക്കാനുള്ള സമയം ഉണ്ടാവില്ല. വിൽ കവർ എവറി ടൈപ്പ് ഓഫ് പ്രോബ്ലം, ചോദിക്കാവുന്ന മെജോറിറ്റി ടൈപ്പ് ഓഫ് പ്രോബ്ലം നമ്മൾ കവർ ചെയ്യും. അതേപോലെ റിപ്പീറ്റഡ് ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ്. ഓക്കെ, സോ അത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഫ് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ. ഐ വിൽ മേക്ക് ചേഞ്ചസ്, ഐ വിൽ അഡാപ്റ്റ്. സോ താങ്ക് യു ഓൾ. അടുത്ത ക്ലാസ്സിൽ എന്തായാലും കാണാം. ഓക്കെ, ബൈ.